ബഹുവന്യരായ ഉസ്താദ് അവർകൾ, ബഹുമാനപ്പെട്ട ഡോക്ടർ സാഹിബ്, സദസ്സിലിരിക്കുന്ന പണ്ഡിതന്മാർ, നാട്ടിലെ കാരണവന്മാർ, വിശുദ്ധ ഖുർആൻ പ്രഭാഷണം കേൾക്കാൻ വേണ്ടി ഒത്തുകൂടിയ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മതങ്ങന്മാർ, ഈ സദസ്സിൽ നാം ഒത്തുകൂടിയതുപോലെ നാളെ അവൻ്റെ സുഖലോക സ്വർഗത്തിൽ, നാളെ അള്ളാഹുവിൻ്റെ സുഖലോക സ്വർഗത്തിൽ ഇതുപോലെ ഒത്തിരിക്കാൻ അള്ളാഹു തുണക്കുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിൽ കേൾക്കപ്പെടാവുന്ന ഏറ്റവും ഉത്തമമായ ശബ്ദം അതാണ് വിശുദ്ധ ഖുർആൻ. കാരുണ്യവാനായ തമ്പുരാൻ ഈ ഭൂമിയിലേക്ക് അവതരിപ്പിച്ച കാരുണ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും അതാണ്. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ എന്ന വചനത്തിലൂടെ അള്ളാഹുവിൻ്റെ പറഞ്ഞാലും എണ്ണിയാലും തീരാത്ത അനുഗ്രഹങ്ങൾ പ്രധാനപ്പെട്ടതു മാത്രം എണ്ണി എണ്ണി പറയുമ്പോൾ ഏറ്റവും ആദ്യമായി അള്ളാഹു ഉപയോഗിച്ചത് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു എന്നതാണ്. അങ്ങനെ നമ്മൾ ഇന്നലെ വിശുദ്ധ സൂറത്തുർ റഹ്മാനിന്റെ ആദ്യ ഭാഗം അള്ളാഹു നമ്മെ സൃഷ്ടിച്ചതും ശേഷം ആകാശലോകം മുഴുവനും അള്ളാഹുവിനെ വണങ്ങുന്നുണ്ടെന്നും മാത്രമല്ല ഭൂമുഖത്തുള്ളതെല്ലാം അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ടെന്നും എല്ലാം റഹ്മാനായ തമ്പുരാൻ നമ്മെ വിളിച്ചറിയിച്ചത് ഇന്നലെ നാം കേട്ടു. അതുകൊണ്ട് തന്നെ ആകാശവും ഭൂമിയും സുജൂദിലാണെങ്കിൽ ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ചു സംവിധാനിച്ച പടച്ച തമ്പുരാൻ അവനോടുള്ള കടപ്പാടാണ് അവ നിർവഹിക്കുന്നതെങ്കിൽ ബുദ്ധിയും തൻ്റെ ഇടവുമുള്ള മനുഷ്യൻ ഇതിൽ നിന്നൊരിക്കലും മാറി നിൽക്കാൻ പറ്റില്ല. മനുഷ്യൻ അതിനു മുമ്പ് അള്ളാഹുവിനു മുമ്പിൽ സുജൂദിൽ വീണ് കിടക്കണം. ഇതാണ് ഇന്നലെ നാം ചർച്ച ചെയ്തിരുന്ന വിഷയം. അള്ളാഹു ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്, ഓരോ വസ്തുക്കളെയും സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു വ്യക്തമായ സന്തുലിതാവസ്ഥയിലാണ്. അതിനൊരനക്കം അങ്ങോട്ടോ ഇങ്ങോട്ടോ, അതിൻ്റെ അകലമോ അതിൻ്റെ സ്പീഡോ അതിൻ്റെ ചലനമോ ഒക്കെ ഒരു ചെറിയ മാറ്റം കുടുങ്ങിയാൽ ലോകത്ത് വലിയ വലിയ അപകടങ്ങൾ ഉണ്ടാവുമെന്നും അത് നേരെ നിൽക്കണമെങ്കിൽ അല്ലാ തത്ഗൗ ഫിൽ മീസാൻ, അള്ളാഹുവിൻ്റെ നിയമവിലക്കുകളാകുന്ന ആ മീസാനിൽ നിങ്ങൾ അതിക്രമം കാണിക്കാൻ പാടില്ല. പടച്ച റബ്ബ് നിങ്ങൾക്ക് വരഞ്ഞിട്ടു തന്ന അതിർവരമ്പുകളെ നിങ്ങൾ ലംഘിക്കാൻ പാടില്ല. തിൽക ഹുദൂദുല്ലാഹി ഫലാ തഅ്തദൂഹാ, ചെയ്യണമെന്ന് പറഞ്ഞ കാര്യം ചെയ്യാതെ മീസാനിൽ കുറവ് വരുത്താനും പാടില്ല. വലാ തുസ്സിറുൽ മീസാൻ വഅഖീമുൽ വസ്ന ബിൽ ഖിസ്ത്. വിശുദ്ധ ഖുർആൻ ത്രാസ് കൃത്യത കാണിക്കും പോലെ കൃത്യത നമ്മുടെ മുമ്പിൽ വരഞ്ഞിട്ട വിശുദ്ധ ഖുർആൻ, അതിനെ നിങ്ങളിൽ ലെവലൊപ്പിക്കണം. വേണ്ടാന്ന് പറഞ്ഞതിനോട് അടുക്കാൻ പാടില്ല. ചെയ്യണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും നിങ്ങൾ ചെയ്തേ പറ്റൂ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു. ഇത് മഹാന്മാരായ മുഫസ്സിറുകളുടെ വാക്കുകൾ ഉദ്ധരിച്ച് ഇന്നലെ നാം ചർച്ച ചെയ്തു. ഇനി അല്ലാഹു പറയുന്നത്, മനുഷ്യന് ധാരാളം അനുഗ്രഹങ്ങൾ ഞാൻ ചെയ്തു. ഈ മണ്ണിൽ അവന് ജീവിക്കാൻ ആവശ്യമായത്, അവനാവശ്യമായ മൃഗങ്ങൾക്ക് ആവശ്യമായത്, ഇങ്ങനെ തുടങ്ങിയിട്ടെല്ലാം ഞാൻ സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നത്, ഖലഖൽ ഇൻസാന മിൻ സൽസാലിൻ കൽ ഫഖാർ. ഖലഖൽ ഇൻസാന മിൻ സൽസാലിൻ കൽ ഫഖാർ. ഈ അനുഗ്രഹങ്ങളോടൊക്കെ നന്ദി പ്രകടിപ്പിക്കേണ്ടിയിരുന്ന മനുഷ്യൻ
അവൻ നന്ദികേടാണ് കാണിക്കുന്നത് എന്ന് പറയാൻ പോകുന്നതിന്റെ മുമ്പ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, മനുഷ്യ, നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് ഇന്ന് നീ എനിക്കെതിരെ പോക്കിരുത്തരം കാണിക്കുന്നുണ്ടെങ്കിൽ, റഹ്മാനായ തമ്പുരാനെതിരെ നീ മുട്ടി ചുരുട്ടുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ദൈവമുണ്ടെങ്കിൽ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് നീ മുദ്രാവാക്യം വിളിക്കാൻ വരെ തയ്യാറാണെങ്കിൽ, പേന ചലിപ്പിക്കാൻ തയ്യാറാണെങ്കിൽ, നാക്കു ചലിപ്പിക്കാൻ തയ്യാറാണെങ്കിൽ, നിന്നോട് പറയാനുള്ളത് നീ വന്നിരിക്കുന്നത് 0 ലെവലിൽ നിന്നാണ്, വട്ടപൂജ്യത്തിൽ നിന്നാ നീ പടികയറി വന്നിരിക്കുന്നത്. ആ കഥയറിയോ? നിന്നെ ആരുണ്ടാക്കിയതാ? തീർച്ചയായും അല്ലാഹു പറയുന്നു, ഞാനാണ് നിന്നെ ഉണ്ടാക്കിയത്. ഖലഖൽ ഇൻസാന മിൻ സൽസാലിൻ കൽ ഫഖാർ. മനുഷ്യനെ സൃഷ്ടിച്ചു, അവനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. മിൻ സൽസാലിൻ കൽ ഫഖാർ. തീയിൽ വേവിച്ചെടുത്ത, മുട്ടിയാൽ മുഴങ്ങുന്ന കുശവന്റെ പാത്രം പോലെയുള്ള, കുശവന്മാരുടെ പാത്രത്തിൽ ഇങ്ങനെ മുട്ടിയാൽ ഇങ്ങനെ മുഴങ്ങും. തീയിൽ വെന്ത മണ്ണുകൊണ്ടുണ്ടാക്കുന്ന പാത്രത്തിൽ ഇങ്ങനെ മുട്ടിയാൽ കുടും കുടുമെന്നൊരു ശബ്ദമുണ്ടാകും. കുശവന്റെ പാത്രത്തിൽ മുട്ടിയാൽ മുഴങ്ങുന്ന കുശവന്റെ പാത്രം പോലെയുള്ള നല്ല മുഴക്കമുള്ള മണ്ണിൽ നിന്നാണ് നിന്നെ സൃഷ്ടിച്ചത്. മിൻ സൽസാലിൻ കൽ ഫഖാർ. മിൻ സൽസാൽ, ഒരു പ്രത്യേക സ്വൽസലത്തുള്ള മുഴക്കമുള്ള മണ്ണിൽ നിന്നാണ് നിന്നെ സൃഷ്ടിച്ചത്. കൽ ഫഖാർ, തീയിൽ ചുട്ടെടുത്ത മണ്ണ് പോലെ. കൽ ഫഖാർ, അതാ കുശവന്റെ മണ്ണ് എന്ന് നമ്മൾ പറയാൻ കാരണം. കൽ ഫഖാർ, കുശവന്റെ മണ്ണ് പോലെ മുട്ടിയാൽ മുഴങ്ങുന്ന ആ മണ്ണിൽ നിന്നാണ് മനുഷ്യ അല്ലാഹു നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഖലഖൽ ഇൻസാന മിൻ സൽസാലിൻ കൽ ഫഖാർ. ഇത് പറയുമ്പം വിശുദ്ധ ഖുർആനിനെ കൊഞ്ഞനം കുത്തുന്ന ചുരുക്കം ചിലർ. വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ ആരുറപ്പുള്ള വചനങ്ങളാണ്. ഇതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ചിലർ രംഗത്ത് വന്നിട്ട് പറഞ്ഞു, മനുഷ്യോൽപത്തിയെക്കുറിച്ച് തന്നെ ഖുർആനിന് ഒരു ഒരു ഏകകണ്ഠമായ ധാരണയില്ല. കാരണം എന്താ? പലയിടങ്ങളിലും പറഞ്ഞത് പലതുമാണ്. ഒരു സ്ഥലത്ത് പറഞ്ഞു മുട്ടിയാൽ മുഴങ്ങുന്ന മണ്ണിൽ നിന്നാ സൃഷ്ടിച്ചത്. വേറെ ഒരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു സൂറത്തുൽ ഹിജ്റിന്റെ 26-ാം വചനം. സൂറത്തുൽ ഹിജ്റിന്റെ 26-ാം വചനത്തിൽ അല്ലാഹു പറഞ്ഞു, മിൻ ഹമഇം മസ്നൂൻ. മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് കറുത്ത കളിമണ്ണിൽ നിന്നാണ്. മിൻ ഹമഇം മസ്നൂൻ. കറുത്ത കളിമണ്ണിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞത് സൂറത്തു സാഫാത്തിയുടെ 11-ാം വചനത്തിൽ, മിൻ ത്വീനിൻ ലാസിബിൻ. മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് പശിമയുള്ള മണ്ണിൽ നിന്നാണ്. മിൻ ത്വീനിൻ ലാസിബിൻ, ഒട്ടുന്ന മണ്ണിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. മിൻ ത്വീനിൻ ലാസിബ്, ഒട്ടുന്ന കളിമണ്ണിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞത് സൂറത്ത് ഗാഫിറിന്റെ 67-ാം വചനം, മിൻ തുറാബ്. മണ്ണിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. ആ പറഞ്ഞതും ഇവിടെ പറഞ്ഞതും പല സ്ഥലങ്ങളിലായി പറഞ്ഞ ഈ വചനങ്ങളെല്ലാം വൈരുദ്ധ്യമാണെന്ന് തോന്നിപ്പോയവരുണ്ട്. അതിലൊരിക്കലും വൈരുദ്ധ്യമില്ല എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഇമാം നസഫി റളിയല്ലാഹു അൻഹു നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഇമാം അബു സുഊദ് റഹ്മത്തുള്ളാഹി അലൈഹി നമ്മെ ബോധ്യപ്പെടുത്തുന്നു. കാരണം അല്ലാഹു പറഞ്ഞു മനുഷ്യനെ സൃഷ്ടിച്ചത് മിൻ തുറാബ്, സൂറത്തു ഗാഫിറിൽ, മണ്ണിൽ നിന്നാണ്. ആ പറഞ്ഞതിനൊരു എതിരഭിപ്രായവുമില്ല. കാരണം മണ്ണിൽ നിന്നാണ് മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. ആദ്യം മണ്ണാണ് മനുഷ്യനെ സൃഷ്ടിക്കാൻ വേണ്ടി എടുത്ത ഉൽപ്പത്തി. പിന്നെ ആ മണ്ണിൽ അല്ലാഹു വെള്ളം ചേർത്തു. വെള്ളം ചേർത്തിട്ടതിനെ കുഴച്ചപ്പോഴാണ് നേരത്തെ പറഞ്ഞ മിൻ ത്വീനിൽ ലാസിബ്, വെള്ളം പാർന്ന് ചവിട്ടിക്കൂട്ടുമ്പോൾ ആ മണ്ണ് പശിമയുള്ള മണ്ണായി, കളിമണ്ണായി മാറുന്നു. മിൻ ത്വീനിൽ ലാസിബ്, അതിനൊരു ഉണക്കം ഇങ്ങനെ പിടിച്ചു വരുന്നു, ഒരു ഹാഫ് ഉണക്കം പിടിച്ചു വരുമ്പം അപ്പോഴാണ് മിൻ ഹമഇം മസ്നൂൻ,
കറുത്ത കളിമണ്ണിൽ നിന്ന് എന്ന് പറഞ്ഞത്. അവിടെ വെള്ളത്തിന്റെ അംശം വലിഞ്ഞിരിക്കുന്നു. മാത്രമല്ല കുറച്ചും കൂടെ കഴിഞ്ഞപ്പോ അത് നല്ലോണം ഉടങ്ങിയിട്ട് മുട്ടിയാൽ മുഴക്കമുള്ള മണ്ണ് പോലെയായി മാറി. അതിൽ നിന്നാണ് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാമിന് അള്ളാഹു നമ്മളെപ്പോലെയുള്ള മാംസവും മജ്ജയും എല്ലുമൊക്കെ കൊടുത്തുകൊണ്ട് അള്ളാഹു സൃഷ്ടിക്കുന്നത്. അപ്പോൾ അള്ളാഹു നടത്തിയ സൃഷ്ടിപ്പിന്റെ വിവിധ ഘട്ടങ്ങളാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായി പറഞ്ഞത് എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര്, ഖുർആൻ വ്യാഖ്യാതാക്കൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഖലഖൽ ഇൻസാന മിൻ സ്വൽസാലിൻ കൽ ഫഖാർ. അതുകൊണ്ട് തന്നെ ഈ വചനത്തിൽ ഒരിക്കലും വൈരുദ്ധ്യം കണ്ടുപിടിക്കാൻ കഴിയില്ല. ഇവിടെ നമ്മൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ മനുഷ്യഭൂത ഉൽപ്പത്തി എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഈ മനുഷ്യനെ എവിടെ നിന്നുണ്ടാക്കി, ഭൂതത്തെ എവിടെ നിന്നുണ്ടാക്കി, അഥവാ ജിന്നുവർഗത്തെ എവിടെ നിന്നുണ്ടാക്കി, നമ്മുടെ കണ്ണിൽ കാണാത്ത ജിന്നുവർഗത്തെ എവിടെ നിന്നുണ്ടാക്കി, ഇതാണ് നമുക്കിവിടെ ചർച്ച ചെയ്യേണ്ട വിഷയം. പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ശേഷമുള്ള കുറേ വചനങ്ങൾ ഇന്ന് ഞാൻ ഓതി വെച്ചതുവരെ ഇന്ന് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. അല്ലെങ്കിൽ നമുക്ക് 5 ദിവസം കൊണ്ട് എവിടെ എത്തിക്കാൻ കഴിയില്ല. അവസാനം ഹൈ സ്പീഡിൽ ഓടേണ്ടി വരും, ഒന്നും പറയാൻ കഴിയാതെ. അപ്പൊ എല്ലാ വചനങ്ങളും ഒരല്പം വിശദീകരിക്കാൻ വേണ്ടി അതിലേറ്റവും ശ്രദ്ധേയമായ ഒരു പദം കൊണ്ട് നമ്മൾ ഈ വിഷയത്തിന് പേരിട്ടു എന്ന് മാത്രം. ആ വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുകയാണെങ്കിലോ സുബ്ഹാനല്ലാഹ്, മനുഷ്യോൽപ്പത്തിയെക്കുറിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എത്ര സ്ഥലങ്ങളിലാ പറഞ്ഞത്? സൂറത്തുൽ ബഖറയിൽ തന്നെ 7ഓളം സ്ഥലത്ത്, മറ്റ് 7 അധ്യായങ്ങളിൽ പല സ്ഥലങ്ങളിലായിട്ട് മനുഷ്യോൽപ്പത്തിയെക്കുറിച്ച് അല്ലാഹു പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല പലരും ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെട്ടത് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിലേക്ക് സമർപ്പിച്ച ഭ്രൂണശാസ്ത്രം കണ്ടുകൊണ്ടാണ് പലരും ഇസ്ലാമിലേക്ക് ആകർഷിക്കാൻ കാരണമായത്. അത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. പലരും ഇസ്ലാമിലേക്ക് കടന്നു വരാനുണ്ടായ കാരണം ഇത് കണ്ടുകൊണ്ടാണ്. ഈ ഭ്രൂണശാസ്ത്രത്തിന്റെ യുക്തിഭദ്രത കണ്ടുകൊണ്ടാണ് മനുഷ്യനെ അല്ലാഹു ഗർഭപാത്രത്തിൽ സൃഷ്ടിക്കുന്നത്. ആദ്യം മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു, പിന്നെ പ്രത്യുൽപാദനത്തിലൂടെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു. ആ പ്രത്യുൽപാദനത്തിലൂടെ സൃഷ്ടിക്കുന്ന സമയത്ത് ആ മനുഷ്യനിലുണ്ടാകുന്ന ഗർഭസ്ഥ ശിശുവിന്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് മൊറീസ് ബുഖായിയെ പോലെയുള്ളവര് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. അദ്ദേഹം പറഞ്ഞു, ഈ അക്ഷര വിസ്മയങ്ങളുടെ മുമ്പിൽ ഞാൻ അന്തിച്ചു നിന്നുപോയി. കാരണം ഇതെന്തൊരു വല്ലാത്ത അത്ഭുത കഥയല്ലേ ഇത്. ഇന്നിത് പറയാൻ കഴിയും. പക്ഷേ ഇന്നെന്തുകൊണ്ട് ആ ശാസ്ത്രത്തിന് ഇത് പറയാൻ കഴിയുന്നത്? മൊറീസ് ബുഖായി തന്നെ എഴുതുന്നത് കാണാം. ഇന്നിത് പറയാൻ കഴിയുന്നത് അമ്മയുടെ വയറ്റിനകത്ത്, ഉമ്മയുടെ വയറ്റിനകത്ത് വളരുന്ന കുഞ്ഞിനെ പുറത്തു നിന്ന് ഈ യന്ത്രയുഗത്തിൽ യന്ത്രം മുഖേന മനസ്സിലാക്കാൻ കഴിയുന്ന കാലഘട്ടം വന്നു. അതുകൊണ്ട് തന്നെ ഓരോ ദിവസത്തിലും വരുന്ന പരിണാമം എന്താണെന്ന് വ്യക്തമായി പറയാൻ കഴിയും. പക്ഷേ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിൽ പ്രത്യേകിച്ച് സൂറത്തുൽ മുഅ്മിനൂനയിലൊക്കെ പറഞ്ഞ വചനം, ഞാൻ അതിലേക്ക് കടക്കാത്തത്, അത് പല സന്ദർഭങ്ങളിലും നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇത് ശേഷമുള്ള വചനങ്ങളെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ വ്യക്തമായ രൂപത്തിൽ നൽകണമെങ്കിൽ ആ വിഷയത്തിൽ നിന്ന് പരമാവധി നമ്മൾ പെട്ടെന്ന് പിന്മാറേണ്ടതുണ്ട്. അതുകൊണ്ടത് വിശദീകരിക്കുന്നില്ല. നോക്കൂ നിങ്ങൾ, അതിൻ്റെ വിവിധ ഘട്ടങ്ങൾ കണ്ടിട്ട് സൂറത്തുൽ മുഅ്മിനൂനയിൽ ആ വചനത്തിൻ്റെ പ്രത്യേകത, അതിൽ അടിക്കടിയായി വിശദീകരിച്ച ഘട്ടങ്ങൾ ഇങ്ങനെ കണ്ടപ്പം മൊറീസ് ബുഖായി അന്തം വിട്ട് നിൽക്കുന്നു. പടച്ചവനെ, ആരാണിത് വിളിച്ചു പറയുന്നത്? ആരാണിത് വിളിച്ചു പറയുന്നത്? അവരുടെ ഭാഷയിൽ ആടുമേച്ചു നടക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി. വേറെ ഒരു പരിജ്ഞാനവും പ്രത്യേകിച്ച് പറയാനില്ലല്ലോ. അവരെങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ, ഈ ഭ്രൂണശാസ്ത്രമൊക്കെ തെറ്റാതെ ഏതാധുനിക യുഗത്തിലും ചോദ്യം ചെയ്യപ്പെടാത്ത രൂപത്തിൽ പറയാൻ സാധിച്ചു? ഇത് അല്ലാഹുവിന്റെ വചനങ്ങളാണ് എന്ന് കണ്ടെത്തി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ഇസ്ലാമിന്റെ മുദ്രാവാക്യം ഉദ്ഘോഷിച്ച എത്ര പേരുണ്ടാണ്. അതിതൊക്കെയായിരുന്നു അതിന്റെ കാരണം. അപ്പോൾ ഇവിടെ സൂറത്തുർ റഹ്മാനിൽ അല്ലാഹു പറഞ്ഞത് മനുഷ്യനെ, ഒന്നാമത്തെ മനുഷ്യന്റെ ഉൽപ്പത്തിയെ കുറിച്ചാ പറഞ്ഞത്. ഖലഖൽ ഇൻസാന മിൻ സൽസാലിൻ കൽ ഫഖാർ. അത് കഴിഞ്ഞിട്ട് ജിന്നിനെ കുറിച്ചും കൂടെ പറഞ്ഞു. ജിന്നിനെ സൃഷ്ടിച്ചത് എവിടെ നിന്നാ? വ ഖലഖൽ ജാന്ന
ജിന്നുവർഗത്തെ അല്ലാഹു സൃഷ്ടിച്ചത് മിൻ മാരിജിൻ മിൻ നാർ, അഥവാ അബുൽ ജിന്ന്, ജിന്നുകളുടെ പിതാവായ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി, ഇവനെ അല്ലാഹു പടച്ചിരിക്കുന്നത് മിൻ മാരിജിൻ മിൻ നാർ, കലർപ്പില്ലാത്ത തീയിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ പുകച്ചുരുളിന്റെ കലർപ്പില്ലാത്ത, മിൻ മാരിജിൻ തീരെ പുക കൊണ്ട് കളറുമാറിയിട്ടില്ലാത്ത നല്ല തെളിഞ്ഞ തീയിൽ നിന്ന്, മിൻ മാരിജിൻ മിൻ നാർ, അതിൽ നിന്നാണ് അല്ലാഹു ഇവനെ സൃഷ്ടിച്ചിരിക്കുന്നത്. മിൻ മാരിജിൻ മിൻ നാർ. അപ്പോൾ മനുഷ്യോൽപത്തി മണ്ണും ഭൂതോൽപത്തി തെളിഞ്ഞ തീയുമാണെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇതിൽ നിന്ന് നമുക്കെന്തോ പഠിക്കാനുണ്ടോ, പാഠം ഉൾക്കൊള്ളാനുണ്ടോ? അതാ നമുക്ക് ചർച്ച ചെയ്യാനുള്ള വിഷയം. ബഹുമാനപ്പെട്ട ഇസ്മാഈലുൽ ഹഖി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നത് കാണാം. മനുഷ്യോൽപത്തി മണ്ണും ഭൂതോൽപത്തി തീയുമാക്കി സൃഷ്ടിച്ചപ്പോൾ ആദം മനുഷ്യരുടെ കൂട്ടത്തിൽ മനുഷ്യർക്ക് നേർമാർഗം കാണിക്കാൻ വേണ്ടി അല്ലാഹു തെരഞ്ഞെടുത്ത മഹാനാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യപിതാവിനെ ഒതുക്കമുള്ള ഒരുമയുടെ, സ്നേഹത്തിൻ്റെയും ഒരുമയുടെയും ഒതുക്കത്തിൻ്റെയും കൂട്ടായ്മയുടെയും പ്രതീകമായ മണ്ണിൽ നിന്നാണ് അല്ലാഹു സൃഷ്ടിക്കുന്നത്. അതേസമയം ഭൂതവർഗത്തിൽ, ജിന്നുവർഗത്തിൽ അവരിലുമുണ്ട് കാഫിരീങ്ങളും മുഅ്മിനീങ്ങളും. സൂറത്തുൽ ജിന്നൊക്കെ ആ കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നാൽ അവരുടെ പിതാവ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി മനുഷ്യനെ പിഴപ്പിക്കാനുള്ളവനാണ്. അവനിൽ ധിക്കാരമാണ് കുടികൊള്ളുന്നത്. എന്നാലും അവന്റെ മക്കളിൽ പലരും നന്നാവും. ഏതുപോലെ? നല്ലവരിൽ നല്ലവരായ ആദമിന്റെ പല മക്കളും കേടുവരും പോലെ ഏറ്റവും മോശക്കാരനായ ഇബ്ലീസിന്റെ പല മക്കളും നന്നാവാനുള്ളവരുമുണ്ട്. ജിന്നുവർഗത്തിൽ നല്ലവരുമുണ്ട്. ഈ കാര്യം യാഥാർത്ഥ്യമാണ്. അപ്പോൾ അല്ലാഹു തആല ഇബ്ലീസിന്റെ ധിക്കാരം കാണിക്കാൻ, ആ ഇബ്ലീസിന്റെ ധിക്കാരം ആദ്യം തന്നെ എടുത്തു കാണിക്കാൻ, അവന്റെ ഉൽപ്പത്തി തന്നെ തീയാണ്. തീയിന്റെ സ്വഭാവം എന്താണ്? തീയിന്റെ സ്വഭാവം എന്താണ്? മഹാന്മാർ രേഖപ്പെടുത്തുന്നത് കാണാം. അന്നാറു തഅലു, അന്നാറു തഅലു. അതെ, തീ കത്തിപ്പൊങ്ങലാണ്. തീയിന്റെ സ്വഭാവം കത്തിപ്പൊങ്ങലാണ്, നെഞ്ചുവിരിക്കലാണ് തീയിന്റെ സ്വഭാവം. ഒരൽപ്പം മണ്ണെണ്ണയുള്ള ഒരു ശീലയിൽ നിങ്ങളൊരു ചെറിയ തീയങ്ങ് വെച്ച് നോക്കൂ. തീ അതാ അഹങ്കാരത്തോടെ നെഞ്ചുവിരിക്കുന്നത് കാണാം, അതാളിക്കത്തുന്നത് കാണാം. ഒതുങ്ങുക ഇത് തീയിനറിയില്ല. കത്തിപ്പടരുക എന്നത് മാത്രമാണ് തീയിനറിയുക. അതേസമയം മണ്ണോ, മണ്ണിന് ഒതുക്കമാണ് അറിയുക, മണ്ണിന് കൂട്ടിപ്പിടുത്തമാണ് അറിയുക, മണ്ണിന് ഐക്യമാണ് അറിയുക. മണ്ണ് ഒരുമയുടെ പ്രതീകമാണ്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഇസ്മാഈലുൽ ഹഖി റഹ്മത്തുള്ളാഹി അലൈഹി പ്രത്യേകം രേഖപ്പെടുത്തിയത് കാണാം. മണ്ണിന്റെ സ്വഭാവം മനുഷ്യനും അതുപോലെ തന്നെ തീയിന്റെ സ്വഭാവം ഈ ജിന്നുവർഗത്തിലും അള്ളാഹു കൂടുതലായി കാണിക്കുമെന്നതിന്റെ ഒരു സൂചനയാണ് യഥാർത്ഥത്തിൽ നേരത്തെ തന്നെ ഇങ്ങനെ സംഭവിച്ചത്. അതുകൊണ്ട് ആ വിഷയം പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ പറയുന്നത് കാണാം. വഫീഹി ഇശാറത്തുൻ ഇലാ അന്നൽ ഹഖ സുബ്ഹാനഹു വതആല തജല്ലാ ലി ഹഖീഖത്തിൽ ഇൻസാനി റൂഹ് ബിസൂറത്തി സിഫത്തി സൽസാൽ അൽ ലുത്ഫി വൽ ജമാൽ വലി ഹഖീഖത്തി ഇബ്ലീസൻ നഫ്സ് بصورة صفة مارج القهر والجلال فصار أحدهما مظهرا لصورة لطفه والآخر لصورة قهره. അതുകൊണ്ട് തന്നെ മനുഷ്യൻ സ്നേഹവായ്പിൻ്റെയും അതുപോലെ തന്നെ ജിന്ന് ഗൗരവത്തിൻ്റെയും പ്രതീകമായി തുടരും. അതുകൊണ്ട് തന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച മണ്ണിന്റെ സന്തതികളായ നമ്മൾ തീർച്ചയായിട്ടും സ്നേഹത്തിൻ്റെയും ഒരുമയുടെയും ഒതുക്കത്തിൻ്റെയും പ്രതീകമായി മാറണം. നമ്മുടെ ജീവിതത്തിൽ നിഴലിച്ചു കാണേണ്ടത് ഇതാണ്. ഒരിക്കലും മണ്ണിൽ നിന്ന് ജന്മമെടുത്ത നമ്മൾ ശിലാഹൃദയരാവാൻ പാടില്ല. കല്ല് പോലെ പരുപരുക്കൻ ഹൃദയമായി കൂടാ നമ്മുടെ ഹൃദയം. നമുക്ക് ഒതുക്കമുള്ളവരായിരിക്കണം, മറ്റുള്ളവരോട് സ്നേഹം കാണിക്കുന്നവരായിരിക്കണം, മറ്റുള്ളവരെ ആക്രമിക്കാത്തവരായിരിക്കണം. വെറുപ്പും വിദ്വേഷവും കുശുമ്പും കുറുമ്പും ധിക്കാരവും ഇതൊക്കെ ഒഴിവാക്കിയിട്ട്
അവനെ തൊട്ടു തീണ്ടാത്ത അവസ്ഥയിലാണ് മനുഷ്യൻ ഈ ഭൂമി ലോകത്ത് ജീവിക്കേണ്ടത്. പക്ഷേ കഷ്ടമെന്ന് പറയട്ടെ, ഇന്നത്തെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഒതുക്കം ഇവനിൽ കാണാനില്ല. ആദ്യമായി മനുഷ്യൻ ഒതുങ്ങേണ്ടത് അള്ളാഹുവിൻ്റെ മുമ്പിലാണ്. മനുഷ്യൻ ഒതുങ്ങേണ്ടത് ആദ്യമായി അള്ളാഹുവിനോടാണ്. മനുഷ്യൻ ഒതുക്കം വേണ്ടത്. ലോകത്തുള്ള സർവ്വ ജന്തുക്കളും എന്നല്ല, ജീവനുള്ളതും ജീവനില്ലാത്തവയും എല്ലാം അള്ളാഹുവിനോട് ഒതുക്കം കാണിക്കുന്ന ചിത്രം നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു സ്ഥലത്തു മാത്രമല്ല, വിശുദ്ധ ഖുർആനിൽ കുറേ സ്ഥലങ്ങളിൽ ഇന്നലെ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒതുങ്ങുക എന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 5 നേരം നിസ്കരിക്കുക. 5 നേരം നിസ്കരിക്കാത്തവൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒതുങ്ങുന്നവനല്ല. അവൻ അള്ളാഹുവിൻ്റെ അടുത്ത് ഒരു സ്ഥാനവുമില്ല, തീരെ പരിഗണന അർഹിക്കുന്നില്ല. അവൻ തൊട്ടാൽ 7 വട്ടം കഴുകേണ്ട നായയുടെ പരിഗണന പോലും അവനില്ല. എൻ്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ ചിന്തിക്കണം. എൻ്റെ സദസ്സിലിരിക്കുന്ന ആണും പെണ്ണും ഒരുപക്ഷേ പലരും നിസ്കരിക്കുന്നവരാണ്, നോമ്പനുഷ്ഠിക്കുന്നവരാണ്, അള്ളാഹുവിനെ വഴിപ്പെടുന്നവരാണ്. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല. ആ മഹാഭാഗ്യമൊക്കെ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് പലർക്കും ഈ വേദിയിലെത്താൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മുടെയൊക്കെ പ്രാദേശിക ലെവലിൽ നമ്മൾ എണീച്ച് സുബഹിക്ക് നിസ്കരിക്കുന്ന സമയത്ത് അപ്പോഴും എഴുന്നേൽക്കാത്ത അയൽ വീട്ടുകാരുണ്ട്. ഇല്ല എന്ന് നടിക്കണ്ട. എന്തിനധികം എൻ്റെ റൂമിൽ നിന്ന് ഞാൻ എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോൾ എൻ്റെ തൊട്ടടുത്ത വീട്ടിൽ എൻ്റെ അനുജനും ജ്യേഷ്ഠനും സുഖമായി കിടന്നുറങ്ങുകയാണ്. ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ പറയും നമ്മൾ നിസ്കാരം എല്ലാ വിശ്വാസികൾക്കും ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. എന്നാലോ ഇവനെപ്പറ്റി ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് കാണാം. വൈകുന്നേരങ്ങളിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞു നടക്കും. അതല്ലേ ഇന്ന് കണ്ടുവരുന്നത്. എവിടെയെങ്കിലുമൊക്കെ അങ്ങാടികളിൽ ചെന്നിരിക്കുകയാണ്, ഓവുപാലങ്ങളിൽ കയറിയിരിക്കുകയാണ്, നിശാ ക്ലബ്ബുകളിൽ സമയം ചെലവിടുകയാണ്. അർദ്ധരാത്രി കയറി വന്ന് 2-3 മണിക്ക് അവൻ കിടക്കുന്നു. 1-2 മണിക്ക് വന്ന് കിടക്കുമ്പം ഇവൻ്റെ മാതാപിതാക്കൾക്ക് ഈ വിഷയത്തിൽ എതിർപ്പില്ല. എപ്പോഴും വരാം, കയറി വരാം, ഫുൾ സ്വാതന്ത്ര്യമാണ്. എന്നിട്ട് അവൻ എഴുന്നേൽക്കുന്നത് പിറ്റേന്ന് 8 മണിക്കോ 9 മണിക്കോ ആണെങ്കിൽ ഓർത്തോ, ഇമാം ഗസാലി പറഞ്ഞു, ഇതുപോലെ ഒരു ജീവിയുണ്ട് ലോകത്ത്. ആ ജീവി ഏതാണ്? ആ ജീവി നായയാണ്. നേരം പുലരുവോളം അത് ഓടി നടക്കും. സുബഹിന്റെ നേരത്ത് നിങ്ങൾ നോക്കിയാൽ ഒരൊറ്റ നായയും യഥാർത്ഥത്തിൽ ഉറങ്ങാത്തതില്ല. അത് ഉറങ്ങിക്കിടക്കുകയാണ്. ഇതേ അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ ആ നായ പോലും പരാജയപ്പെടില്ല. പക്ഷേ നമ്മൾ പരാജയപ്പെടും. നായക്ക് തക്ലീഫില്ല. നോക്കൂ നിങ്ങൾ, ഇവിടെ പറഞ്ഞു വരുന്നത് മനുഷ്യരെ സംബന്ധിച്ച് പടച്ച റബ്ബ് പറയുകയാണ്. അർഹമുറാഹിമായ റബ്ബ് അതാ നമ്മളെ പഠിപ്പിക്കുന്നു. മനുഷ്യരിൽ നല്ല ഒരു വിഭാഗം ഈ പണിയൊക്കെ ഉള്ളവരാണ്. അതേസമയം നല്ല ഒരു വിഭാഗം ഈ വഴിക്കേ അവരില്ല. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നായയുടെ പരിഗണന പോലും താരിഖു സ്വലാത്തിന്, നിസ്കാരം ഉപേക്ഷിക്കുന്നവനില്ല. ഒരാൾ യാത്ര പോകുന്ന സമയത്ത് അയാളുടെ കൂടെ നിസ്കാരം ഉപേക്ഷിക്കുന്ന ഒരാളുണ്ട്. നിസ്കാരം ഉപേക്ഷിക്കുന്ന ഒരാൾ അയാളുടെ കൂടെയുണ്ട്. ഒരു നായയും അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടെങ്കിൽ കുറഞ്ഞ വെള്ളം അയാളുടെ കയ്യിലുണ്ട്. നായ നാക്കു നീട്ടുന്നുണ്ട് വെള്ളത്തിന് വേണ്ടി. ഈ നിസ്കാരം ഉപേക്ഷിക്കുന്ന മനുഷ്യനും തൊണ്ട വരണ്ടു മരിക്കാൻ പോവുകയാണ്. ഈ സമയത്ത് ഈ ഉള്ള വെള്ളം ആർക്ക് കൊടുക്കണമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ചർച്ച നടത്തിയിട്ടുണ്ട്. ആ നായക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇസ്ലാമിക വീക്ഷണത്തിൽ, പടച്ച റബ്ബിൻ്റെ വീക്ഷണത്തിൽ നിസ്കരിക്കാത്ത ഒരു വിശ്വാസിക്ക് ഒരു പരിഗണനയും അല്ലാഹു തരുന്നില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. ഇസ്ലാമിൽ അവനൊരു പരിഗണനയുമില്ല. എന്തിനധികം പ്രത്യക്ഷത്തിൽ മാപ്പിളയായി പരിഗണിക്കണമെങ്കിൽ തന്നെ. അങ്ങനെയൊക്കെ പറയാൻ കാരണം നിസ്കാരത്തിൻ്റെ നിർബന്ധത്തെ നിഷേധിക്കുമ്പോഴേ ആള് കാഫിറാകൂ. പക്ഷേ പ്രത്യക്ഷത്തിൽ ഒരാളെ മാപ്പിളയായി പരിഗണിക്കണോ? മാപ്പിളയായി പരിഗണിക്കണമെങ്കിൽ തന്നെ നിസ്കാരമുണ്ടോ ഇല്ലേ എന്ന് നോക്കിയിട്ടാണ്. ബാങ്ക് കൊടുക്കുമ്പോൾ പള്ളിക്ക് കയറുന്നുണ്ടോ, പൊരേന്ന് നിസ്കാരമുള്ളവരാണോ, അതാണ് മാപ്പിളയാണോ അല്ലേ എന്നതിൻ്റെ നോട്ടം. ഇന്ന ബൈനൽ അബ്ദി വൽ കുഫ്രി തർക്കസ്വലാ, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അല്ലാതെ നിസ്കാരം ഉപേക്ഷിക്കുമ്പോഴേ കാളെ കാഫിറായി എന്നല്ല. മൊത്തത്തിൽ പ്രത്യക്ഷത്തിൽ അവനെ വിലയിരുത്താം, അവൻ കാഫിറാണെന്ന്.
അതുകൊണ്ട് തന്നെ പടച്ച റബ്ബിന്റെ മുമ്പിൽ നിന്നെ ഒരു മാപ്പിളയായി പരിഗണിക്കണമെങ്കിൽ പോലും 5 നേരം നീ കുമ്പിട്ടേ മതിയാവൂ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ, കപടന്മാര് വരെ, തനിച്ച മുനാഫിക്കുകൾ വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ സൂറത്തുൻ നിസാഇന്റെ 142-ാം വചനം നോക്കുക. അവർക്ക് അല്ലാഹുവിൽ വിശ്വാസമില്ലാത്തവരായിരുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വാസമില്ലാത്തവരായിരുന്നു. പിന്നെ എന്തിനാ ഇവർ പ്രയാസപ്പെട്ട് സുബഹിയുടെ ജമാഅത്തിന് വരുന്നത്? എന്തിനാ ഇവർ പള്ളിയിലെത്താൻ ധൃതി കാണിക്കുന്നത്, നിർബന്ധം കാണിക്കുന്നത്? എന്തുകൊണ്ട്? അല്ലാഹു പറഞ്ഞു, വൈദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാലാ. അവർ നിസ്കാരത്തിലേക്ക് വന്നു നിൽക്കുമ്പോ മടിയന്മാരും അലസന്മാരുമായിട്ടാണ് വന്നു നിൽക്കുന്നത്. വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലാ. വളരെ തുച്ഛമായിട്ടല്ലാതെ അവർ അല്ലാഹുവിനെ ഓർക്കുന്നില്ല. അവർ തീരെ അല്ലാഹുവിനെ ഓർക്കുന്നവരല്ല. ജനങ്ങളെ കാണിക്കാനാണ് അവർ നിസ്കരിക്കുന്നത് എന്ന് സൂറത്തുൻ നിസാഇൽ അല്ലാഹു തആല പറയുകയാണ്. നല്ലോണം ആലോചിക്കണം. പിശാചിന് വഴിപ്പെട്ടുകൊണ്ട് നിസ്കാരം ഉപേക്ഷിക്കുന്ന ഒരു ചുറ്റുപാട് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. നിസ്കാരം ഉപേക്ഷിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് ആരാണെന്നറിയോ? പിശാചാണ് നിസ്കാരം ഉപേക്ഷിക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൂറത്തുൽ മായിദയുടെ 91-ാം വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് കാണാം ഈ കാര്യം. ഇന്നമാ യുരീദു ശൈത്വാനു അൻ യൂഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാഅ ഫിൽ ഖംറി വൽ മൈസിർ. തീർച്ചയായിട്ടും പിശാച് അവന്റെ ലക്ഷ്യം എന്താണെന്നറിയോ? പിശാചിന്റെ ലക്ഷ്യം എന്താ? അൻ യൂഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാഅ ഫിൽ ഖംറി വൽ മൈസിർ. മദ്യപാനത്തിലൂടെയും ചൂതുകളിയിലൂടെയും നിങ്ങളുടെ ഇടയിൽ വെറുപ്പും വിദ്വേഷവും ശത്രുതയും പുലർത്തുക എന്നതാണ്, അതുണ്ടാക്കി തീർക്കുക എന്നതാണ് പിശാചിന്റെ ലക്ഷണം, പിശാചിന്റെ പരിപാടി, ഏർപ്പാട്. ഇത് ഞാൻ പറയുന്നത് എൻ്റെ കൂട്ടുകാർ ശ്രദ്ധിക്കണം. ഇത്തരം ഏർപ്പാടുകളിലേക്ക് പോകുമ്പോഴും കരുതണം. എൻ്റെ വിഷയം അതല്ലാത്തത് കൊണ്ടാണ് അതേക്കുറിച്ച് സംസാരിക്കാത്തത്. വയസുദ്ദകും അൻ ദിക്രില്ലാഹി വഅനിസ്സലാഹ്. പിന്നെ പിശാചിന്റെ ഏർപ്പാടെന്താണ്? നിങ്ങളെ അല്ലാഹുവിന്റെ സ്മരണയെ തൊട്ട്, ദിക്റ് ചൊല്ലുന്നതിനെ തൊട്ട് നിങ്ങളെ തിരിച്ചു കളയുക. വഅനിസ്സലാഹ്, നിസ്കാരത്തെ തൊട്ട് നിങ്ങളെ തിരിച്ചു കളയുക. അല്ലാഹുവിന്റെ ഉത്ബോധനത്തെ തൊട്ട് നിങ്ങളെ തിരിച്ചു കളയുക. നിസ്കാരത്തെ തൊട്ട് നിങ്ങളെ തിരിച്ചു കളയുക. ഇത്തരം വേദിയിലേക്ക് വരണ്ട എന്ന് മനസ്സ് മന്ത്രിക്കുന്നുണ്ടെങ്കിൽ ഉടനെ ഉറപ്പിച്ചുകൊള്ളുക, പിശാചവിടെ വന്ന് അവനവന്റെ വേല തുടങ്ങിയിട്ടുണ്ടെന്ന് ഉറപ്പിച്ച് അവനോട് ജിഹാദ് പ്രഖ്യാപിച്ചിങ്ങ് വരണം. അതുപോലെ തന്നെ നിസ്കരിക്കണമെന്ന് തോന്നി, പിന്നെ തോന്നി ഇപ്പം അവിടെ നിൽക്കട്ടെ, കുറച്ച് കഴിഞ്ഞിട്ടാക്കാം. ഉടനെ തീരുമാനിക്കുക, പിശാച് വന്നിട്ടുണ്ട്, അവന്റെ വേല തുടങ്ങിയിട്ടുണ്ട്. അൻ ദിക്രില്ലാഹി വയസുദ്ദകും അൻ ദിക്രില്ലാഹി വഅനിസ്സലാ ഫഹൽ അൻതും മുൻതഹൂൻ. അതുകൊണ്ട് ഈ ഏർപ്പാടൊക്കെ നിങ്ങൾ അവസാനിപ്പിക്കുന്നുണ്ടോ? ഖുർആൻ ചോദിക്കാൻ. പിശാചിന്റെ കയ്യിലെ പാവകളായി മാറാതെ നിങ്ങൾ ഈ ഏർപ്പാടൊക്കെ അവസാനിപ്പിക്കുന്നുണ്ടോ? നിങ്ങൾ നേരത്ത് നിസ്കരിക്കാൻ തയ്യാറാണോ? എന്തിനധികം വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇല്ല, ഒരിക്കലും മോമിനീങ്ങൾ നിസ്കാരം ഉപേക്ഷിക്കുന്നവരുടെ കൂടെ കൂട്ടുകെട്ടാൻ പോലും പാടില്ല. ഞാൻ എൻ്റെ ചെറുപ്പക്കാരോട് പ്രത്യേകം പറയുന്നത് ഇതാണ്. ഖുർആൻ പറയുന്നു, നിങ്ങൾ നിസ്കാരം ഉപേക്ഷിക്കുന്നവരുടെ കൂടെ കൂട്ടുകെട്ടരുത്. എന്തേ? സൂറത്തുൽ മാഇദയിൽ തന്നെ അല്ലാഹു പറയുന്നത് കാണാം, ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു. തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർ ആരായിരിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ മാഇദയുടെ 55 മുതലുള്ള വചനങ്ങളിൽ അത് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുന്നു, ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു. നിങ്ങളുടെ കൂട്ടുകാരൻ അല്ലാഹുവും അവന്റെ റസൂലും എന്നല്ല, വല്ലദീന ആമനൂ, വിശ്വാസികളുമായിരിക്കണം. അല്ലദീന യുഖീമൂന സ്വലാത്ത വയുഅ്തൂന സക്കാ, നിസ്കാരം നിലനിർത്തുന്ന, സക്കാത്ത് കൊടുത്തു വീട്ടുന്ന, വഹും റാക്കിഊൻ, അവർ റുകൂഅ് ചെയ്യുന്നവരാണ്. അല്ലാഹുവിന് സാമ്പത്തികമായും ശാരീരികമായും വഴിപ്പെടാൻ തയ്യാറുള്ളവരുടെ കൂട്ടത്തിലാ നിങ്ങൾ നിൽക്കേണ്ടത്. വമൻ യതവല്ലല്ലാഹ വറസൂലഹു വല്ലദീന ആമനൂ, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ഇങ്ങനെയുള്ള മതചിട്ടയുള്ള മോമിനീങ്ങളെയും ആരാണോ കൂട്ടുപിടിച്ചത്, അവരെ സുഹൃത്തുക്കളാക്കിയതാരാണോ, അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പരാജയവും അവർക്ക് വരില്ല.
ഫഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ ഗാലിബൂൻ. അവരല്ലാഹുവിൻ്റെ പാർട്ടിയാണ്. അല്ലാഹുവിൻ്റെ പാർട്ടി വിജയിക്കുക തന്നെ ചെയ്യും. ഫഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ ഗാലിബൂൻ. ഇവരെയാണ് കൂട്ടുകാരാക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് പിന്നെ ഖുർആൻ പറയുകയാണ് നമ്മളോടൊരു ഉപദേശം. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനീങ്ങളെ, ലാ തത്തഖിദുല്ലദീന തഖദൂ ദീനകും ഹുസുവൻ വലഇബ, നിങ്ങളെ മതചിഹ്നങ്ങളെ കൊച്ചാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നവരെ നിങ്ങളാക്കരുത് കേട്ടോ. ലാ തത്തഖിദുല്ലദീന തഖദൂ ദീനകും ഹുസുവൻ വലഇബ. അവന് സ്വലാത്ത് എന്ന് കേട്ടാൽ ഒരു കൊഞ്ഞനം കുത്തല, ദിക്ർ എന്ന് കേട്ടാൽ കൊഞ്ഞനം കുത്തല, സ്വലാത്ത് മദ്ഹുർ റസൂൽ എന്ന് കേട്ടാൽ കൊഞ്ഞനം കുത്തല, നിസ്കാരം എന്ന് കേട്ടാൽ കൊഞ്ഞനം കുത്തലാൻ, വഅള് എന്ന് കേട്ടാൽ കൊഞ്ഞനം കുത്തലാൻ. ഇങ്ങനെയുള്ള ആളുകൾ നിങ്ങളാക്കരുത്. മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബലിക്കും, നിങ്ങളുടെ മുമ്പ് ഗ്രന്ഥം നൽകപ്പെട്ടവരിൽ നിന്നുള്ള നിങ്ങളുടെ മതങ്ങളെ കൊച്ചാക്കുന്നവരെ നിങ്ങളാക്കരുത്. മാത്രമല്ല വൽ കുഫാറ, നന്ദി കെട്ട വർഗങ്ങളെയൊന്നും നിങ്ങളാക്കരുത്. ഔലിയാ, നിങ്ങളുടെ കൂട്ടുകാരാക്കരുത്. വത്തഖുല്ലാഹ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണം. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ അവരെ വിളിച്ചാൽ വഇദാ നാദൈതും ഇലസ്സലാഹ്, തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹ് പറയുന്നു, നിങ്ങൾ അവരെ നിസ്കാരത്തിലേക്ക് വിളിച്ചാൽ ഇത്തഖദൂഹാ ഹുസുവൻ വലഇബാ. നിനക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല ചങ്ങാതി പള്ളിയിൽ പോകാൻ, ഇപ്പോഴും നേരം വെളുത്തിട്ടില്ലേ എന്ന് ചോദിക്കും അവൻ. നിസ്കാരത്തിലേക്ക് വിളിച്ചാൽ എടാ വാ നമ്മൾ നിസ്കരിച്ച് വരാന്ന് പറഞ്ഞാൽ ഇത്തഖദൂഹാ ഹുസുവൻ വലഇബാ, അതിനെ പരിഹാസ്യമാക്കുകയും അതിനെ പരിഹസിക്കുകയും അതിനെ കളിയാക്കുകയും അതിനെയൊക്കെ ഒരു കളി തമാശയായിട്ട് അങ്ങോട്ട് വിടും. എന്തുകൊണ്ടാണിത്? ദാലിക ബിഅന്നഹും ഖൗമുൻ ലാ യഅഖിലൂൻ, അതേ അവര് ബുദ്ധിയില്ലാത്ത ജനതയായതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്നാൽ ഓർക്കുക, നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ അതാ നിസ്കാരത്തെ കൊഞ്ഞനം കുത്തിയിരുന്ന സുജൂദാണല്ലോ നിസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. സുജൂദ് ചെയ്യലാണ് നിസ്കാരത്തിൽ അള്ളാഹുവിലേക്ക് അടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ പല സ്ഥലത്തും കണ്ടോ നിങ്ങൾ യസ്ജുദു ലഹു എന്നാ പ്രയോഗിച്ചത്, യസ്ജുദാനി എന്നാ പ്രയോഗിച്ചത്. സുജൂദ് അതായിരുന്നു അബൂജഹലിന് തീരെ കേട്ടുകൂടാത്തത്. അബൂജഹൽ പറഞ്ഞു, മുഹമ്മദ് പറഞ്ഞ നിസ്കാരത്തിലൊന്ന് കൂടി നോക്കാമായിരുന്നു, പക്ഷേ എനിക്കൊരു കാര്യം മാത്രം സഹിക്കാൻ വയ്യ. അതെന്താ? ലാ ഉഹിബ്ബു അൻ തഅ്റുവ ഇസ്തി റഅസി, എൻ്റെ പിൻഭാഗം എൻ്റെ തലയേക്കാൾ പൊങ്ങുന്നത് എനിക്കിഷ്ടമില്ല. കാരണം സുജൂദിൽ അതാണല്ലോ പരിപാടി. തല നിലത്ത് വെച്ച് അവൻ്റെ പിൻഭാഗം മുകളിലേക്ക് പൊങ്ങുകയാണ്. എൻ്റെ മുഖം അത്രത്തോളം മോശപ്പെട്ട മുഖമല്ല. ഞാനൊരിക്കലും എൻ്റെ മുഖം കുനിക്കാൻ, തല കുനിക്കാൻ തയ്യാറല്ല, എൻ്റെ പിൻഭാഗം ഉയർത്താൻ തയ്യാറല്ല എന്ന് പറഞ്ഞ സാക്ഷാൽ അബൂജഹലടക്കം, അവനടക്കം നാളെ സുജൂദിന് റെഡിയാകും അള്ളാഹുവിൻ്റെ മുമ്പിൽ വെച്ച്. പക്ഷേ കഴിയില്ല, ഉറപ്പാണ്. യൗമ യുക്ശഫു അൻ സാഖ് വയുദ്ഊന ഇല സുജൂദി ഫലാ യസ്തതിഊൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞല്ലോ, യൗമ യുക്ശഫു അൻ സാഖ്. അതിൻ്റെ നേരെ അർത്ഥം എന്താ? അള്ളാഹു തൻ്റെ കണ്ടം കാല് വ്യക്തമാക്കുന്ന ദിവസം എന്ന് പറഞ്ഞാൽ ചിലർ ഇത്തരം പ്രയോഗങ്ങളൊക്കെ കാണുമ്പോൾ ഓ അള്ള തുണിയെടുത്തിട്ടുണ്ട്, അള്ളാഹ്ക്ക് കയ്യും കാലും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞ്, അപ്പം അള്ള തുണി കയറ്റിപ്പിടിക്കുമെന്നാണ് ആ പറഞ്ഞത്. എന്തിന്? ജനങ്ങളെ ഹിസാബ് എടുക്കാൻ വേണ്ടി അള്ള തുണിയൊക്കെ ഒന്ന് കയറ്റിപ്പിടിക്കും. ആ പറഞ്ഞത് ഒരു ആലങ്കാരിക പ്രയോഗമാണ്. അള്ളാഹുവിന് കാലും തുണിയും ഷർട്ടും ഒന്നും ഉണ്ടായിട്ടല്ല പറഞ്ഞത്. യൗമ യുക്ശഫു അൻ സാഖ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? അള്ളാഹു ഹിസാബിന് വേണ്ടി റെഡിയായി നിൽക്കും. നമ്മളൊരു കാര്യത്തിന് റെഡിയാകുമ്പോൾ തുണിയൊക്കെ ഒന്ന് കയറ്റി പിടിക്കാറുണ്ട്. അതേ രൂപത്തിൽ അള്ളാഹു തആല ഹിസാബിന് വേണ്ടി തയ്യാറാകും. യൗമ യുക്ശഫു അൻ സാഖ്. എന്നിട്ട് വയുദ്ഊന ഇല സുജൂദി, യഥാ ഈ നന്ദി കെട്ട വർഗത്തെയൊക്കെ വാടാ സുജൂദ് ചെയ്യടാ എന്ന് പറഞ്ഞ് സുജൂദിലേക്ക് വിളിക്കപ്പെടും. ഫലാ യസ്തതിഊൻ, പക്ഷേ അവർക്ക് സുജൂദ് ചെയ്യാൻ കഴിയില്ല.
സൂറത്തുൽ ഖലമിന്റെ 43-ാം വചനത്തിൽ അല്ലാഹ് പറഞ്ഞു വഖദ് കാനൂ യുദ്ഊന ഇല സുജൂദി വഹും സാലിബൂൻ. അല്ലാഹ് പറയുന്നു അവർക്ക് നല്ല ആരോഗ്യമുള്ള സമയത്ത് ഇപ്പം അവരുടെ മുതുക് വളയില്ല. അബൂജഹലടക്കം സുജൂദ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും, പക്ഷേ നടക്കില്ല എന്ന് പടച്ച റബ്ബ് പറയുന്നു. എന്തേ കാരണം? അവരെ വിളിച്ചുകൊണ്ടിരുന്നു സുജൂദിലേക്ക്. വഖദ് കാനൂ യുദ്ഊന ഇല സുജൂദ്, അവരെയൊക്കെ സുജൂദിലേക്ക് വിളിച്ചിരുന്നു. വഹും സാലിമൂൻ, അവരാരോഗ്യമുള്ള സമയത്ത്. അന്ന് അവർ കേട്ടിട്ടില്ല. ഊര വളയുന്ന സമയത്ത് അത് വളക്കാൻ ഒരു തയ്യാറായില്ല. ഇന്ന് ഞാൻ ശിക്ഷാരക്ഷകൾ കൊടുക്കാൻ നേരത്ത് ഇപ്പൊ സുജൂദ് ചെയ്യാനും റുക്കൂ ചെയ്യാനും ഒക്കെ തയ്യാറാ നിൽക്കട്ടെ അവിടെ. ഇന്ന് വളയൂല. അങ്ങനെ അബൂജഹലൊക്കെ കിടന്നിട്ട് ഇങ്ങനെ ഞെളിഞ്ഞ് പിരിയോ ഒന്ന് റുക്കൂ ചെയ്യാൻ വേണ്ടി, ഒന്ന് സുജൂദ് ചെയ്യാൻ വേണ്ടി. പക്ഷെ ഊര വളഞ്ഞു കിട്ടൂല. അല്ലയാ പറയുന്നത്. സൂറത്തുൽ കലമിൽ പടച്ച തമ്പുരാൻ പറയുന്നു യൗമ യുക്ശഫു അൻ സാഖ് വയുദഊന ഇല സുജൂദ് ഫലാ യസ്തതിഊൻ ഖാശിയതൻ അബ്സാറുഹും തർഹഖുഹും ദില്ല. അങ്ങനെയും കൂടെ ഉണ്ട് അതിന്റെ ബാക്കിൽ. ഖാശിയതൻ അബ്സാറുഹും, അവരുടെ മുഖങ്ങളൊക്കെ താഴോട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കും, കണ്ണുകളൊക്കെ താഴോട്ടാണ് എന്ന് പറഞ്ഞാൽ മുഖം തൂങ്ങിക്കിടക്കുകയാണ്. നേരെ നോക്കാൻ വയ്യ, മാനക്കേട് കൊണ്ടേ. അങ്ങനെ ഒരു നരകമുണ്ടെങ്കിൽ അപ്പൊ കാണാന്ന് പറഞ്ഞതല്ലേ? അങ്ങനെ ഒരു ഹിസാബ് ഉണ്ടെങ്കിൽ അന്ന് നേരിടാന്ന് പറഞ്ഞതല്ലേ? ഇപ്പോൾ പച്ചയായ ചിത്രം മുമ്പിൽ കാണുമ്പോൾ നാണക്കേട് കൊണ്ട് തല താഴ്ത്തി നിൽക്കുന്നു. വല്ലാത്തൊരു മ്ലാനത അവരുടെ മുഖത്ത് തളം കെട്ടി നിൽക്കുന്നു. അവരെ പൊതിഞ്ഞു നിൽക്കുന്നു. എന്തിനീ വയ്യാവേലിക്ക് പോയി? അല്ലാഹ് ചോദിക്കാ വഖദ് കാനൂ യുദ്ഊന ഇല സുജൂദി വഹും സാലിമൂൻ. അന്ന് എല്ലാ നിലക്കും ആരോഗ്യമുള്ള സമയത്തൊരു കുഴപ്പവുമില്ലാത്തപ്പം ഊര വളയുന്ന ദിവസത്തിൽ അവരോട് സുജൂദും റുക്കൂഴും ചെയ്യാൻ പറഞ്ഞപ്പോ അന്ന് അവർ സുജൂദ് ചെയ്യാനും റുക്കൂഴ് ചെയ്യാനും തയ്യാറായില്ലല്ലോ. അതുകൊണ്ടൊരു രക്ഷയുമില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ചിന്തിക്കുക, നല്ലോണം ചിന്തിക്കണം ഈ കാര്യം. അള്ളാഹു എനിക്കും നിങ്ങൾക്കും നിസ്കാരം തന്നു. അന്ന് അള്ളാഹു തന്നിരുന്നത് 50 വഖ്താണ്. ആ 50 വഖ്തെങ്ങാനും ഇന്നുണ്ടായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു നമ്മുടെ ദുരവസ്ഥ? എപ്പോഴെങ്കിലും ഒന്നത് ചിന്തിക്കാൻ സമയം കണ്ടിട്ടുണ്ടോ? പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാകാം. ആറാനാകാശത്ത് വെച്ച് മൂസ നബി ഇടപെട്ടതൊരു വലിയ ഭാഗ്യമായി എന്ന്, വലിയൊരു കാര്യമായി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾ എല്ലാ അർത്ഥത്തിലും ഗൗരവത്തോടുകൂടി അതേക്കുറിച്ചൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? 50 വഖ്ത് നിസ്കാരമുണ്ടെങ്കിൽ 24 മണിക്കൂറിൽ 50 വഖ്ത് നിസ്കാരമുണ്ടെങ്കിൽ ആ നിസ്കാരത്തെ നിങ്ങൾ 50 വഖ്തിനെ 24 മണിക്കൂർ കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കൂ, എത്ര കിട്ടും? ഇതുവരെ പലപ്പോഴും പലരും ചിന്തിച്ചിട്ടുണ്ടാവില്ല. 50 വഖ്തിനൊന്ന് വീതിച്ചു നോക്കൂ 24 മണിക്കൂറിന്. ഏറ്റവും ചുരുങ്ങിയത് അരമണിക്കൂറിനൊരു നിസ്കാരം. എന്നാൽ തന്നെ 48 വരുള്ളൂ. അതെ, അരമണിക്കൂറിനൊരു നിസ്കാരം വന്നാൽ തന്നെ 48 മണിക്കൂറേ ആവുള്ളൂ. ആ അരമണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത നിസ്കാരത്തിന് ഒരുങ്ങാനായി. ഈ അരമണിക്കൂറിനുള്ളിൽ എന്തൊക്കെ ചെയ്യണം? ഉളു എടുക്കണം, കുളിക്കണം, നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യണം, ടോയ്ലറ്റിൽ പോകണം, ബാത്റൂമിൽ പോകണം, ഭക്ഷണം കഴിക്കണം, ഇതൊക്കെ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നിസ്കരിക്കാനും കൂടെ നിന്നാൽ, ഇത് എല്ലാം സ്പീഡപ്പിൽ നിർവഹിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് എത്ര സമയം ഇനി ബാക്കിയുണ്ടാവും? ഇതൊക്കെ സ്പീഡപ്പിൽ അങ്ങോട്ട് നിർവഹിച്ചു എന്ന് വെക്കുക. എന്നാൽ ഒരു 25 മിനിറ്റ് കൊണ്ട് കഴിയുമെന്ന് നമ്മൾ സങ്കല്പിക്കുക. 5 മിനിറ്റ് ബാക്കി ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ കച്ചവടവും ബിസിനസ്സും ഏർപ്പാടും ഒക്കെ എപ്പോഴാണ് നടത്തുക എന്ന് ആലോചിച്ച് നോക്കൂ. അഥവാ അങ്ങനെ എങ്ങാനും ആയിരുന്നെങ്കിൽ, കാരണം 5 മിനിറ്റ് കഴിഞ്ഞാൽ അടുത്തതിന് ഒരുങ്ങാനായി. ഈ ഒരു 5 മിനിറ്റ് കൊണ്ട് അത് കുറച്ച് വസ്വാസും കൂടെ ഉള്ളവനാണെങ്കിൽ ഖളാഇന്റെ ഒരു പരമ്പരയായിരിക്കും, അല്ലേ? ഉറപ്പാണ്. കാരണം ഉപർക്ക് കക്കൂസ് പോകാൻ തന്നെ അരമണിക്കൂർ വേണമെങ്കിൽ എന്തായിരിക്കും അയാളുടെ ഗതികേട്? ഒന്നാലോചിച്ച് നോക്കൂ. അത് അല്ലാഹു ചുരുക്കി 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 എവിടെ എത്തിച്ചു തന്നു? 5 വഖ്ത് എന്ന് പറഞ്ഞാൽ ആകെ അരമണിക്കൂർ മതി, അല്ലേ? 5 വഖ്തും കൂടെ നിസ്കരിക്കാൻ നിങ്ങൾ അരമണിക്കൂർ ഒരുങ്ങിയാൽ മതി. ആ അരമണിക്കൂർ ഉണ്ടാകൂല, കാരണം 2 വഖ്ത് പിന്നെയും ബാക്കിയാണ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, കഷ്ടിച്ച് അരമണിക്കൂർ കിട്ടുന്ന ഈ സമയത്തിനുള്ളിൽ നമുക്കിത് ചെയ്യാൻ കഴിയൂലായിരുന്നു. ഖളാഓട് ഖളാ ആയിരിക്കും. നിസ്കാരം ധാരാളം ഉപേക്ഷിച്ച് കളയും. എന്നാൽ അള്ളാഹു നമ്മളോട് വലിയ റഹ്മത്താ ചെയ്തത്. ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു, അർ-റഹ്മാൻ അർ-റഹീം, ഇതൊക്കെ അസ്മാഉൽ ഹുസ്നയിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് പറയുന്ന ഒരു സ്ഥലത്തൊരു മഹാൻ പറഞ്ഞത് നിസ്കാരം ചുരുക്കിയതാ. അല്ലാഹ് മനുഷ്യനോട് കാണിച്ച റഹ്മത്ത്. ഇൻഷാ അല്ലാഹ് അതൊക്കെ പിന്നീട് നമുക്ക് വിശദീകരിക്കാം. നിങ്ങൾ ചിന്തിക്കുക, ഇന്ന് അതിന് നമുക്ക് സമയമില്ലെങ്കിൽ, നമ്മൾക്ക് സുബഹി നിസ്കാരം ഖളാ ആകുന്നുണ്ടെങ്കിൽ ഉമ്മമാരെ,
ഉപ്പമാരെ, ജ്യേഷ്ഠന്മാരെ, അനുജന്മാരെ, പെങ്ങന്മാരെ കരുതിക്കോ. നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ ഒന്ന് സുജൂദ് ചെയ്യാൻ ആഗ്രഹമുണ്ടാകും നരകം കാണുമ്പം. പക്ഷേ വളയൂല കേട്ടോ, വളയൂല. അതുകൊണ്ട് എല്ലും ശരീരവുമൊക്കെ വളയുന്ന കാലത്ത് നോക്കിക്കോ, പടച്ച റബ്ബിനെ തൃപ്തിപ്പെടുത്താൻ അള്ളാഹു കൃത്യമായ രൂപത്തിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു വെച്ചത്. അല്ലാ തത്ഗൗ ഫിൽ മീസാൻ, നിങ്ങൾ മീസാനിൽ ലംഘനം കാണിക്കരുതെന്ന് കരുതിയാണ്. പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യണമെന്ന് കരുതിയിട്ടാണ് നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ ആദ്യമായി നമുക്ക് ഒതുക്കം വേണ്ടത് അള്ളാഹുവിനോടാണ്. കഴിഞ്ഞില്ല. നോക്കൂ, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ കാര്യത്തിൽ എത്ര നല്ല ചിത്രമാണ് നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നത്. അള്ളാഹുവിന്റെ ഹബീബ് രാത്രി നിസ്കരിച്ച് ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ അതാ ശഅബാൻ 15 രാത്രിയിൽ ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ബറാത്ത് രാവ് നമുക്ക് കഴിഞ്ഞുപോയി. ആ ശഅബാൻ 15 രാവ് നബി തങ്ങൾ എൻ്റെ തൊട്ടടുത്ത് നിന്ന് നിസ്കരിക്കുകയാണ് രാത്രി എഴുന്നേറ്റ്. അപ്പൊ കുറേ നേരം സുജൂദിൽ ഇങ്ങനെ കിടന്നപ്പം ത്വാല സുജൂദുഹു, റസൂലുള്ളാഹിന്റെ സുജൂദ് നീണ്ടുപോയി. ഹത്താ ലനൻതു അന്നഹു ഖുബിള ഫീ സുജൂദിഹി, മുത്തുനബി തന്റെ സുജൂദിലായി വഫാത്തായി പോയോ എന്ന് വരെ ഞാൻ ധരിച്ചു. അങ്ങനെ ഞാൻ ഫഹറഖ്തു ഇബ്ഹാമഹു, മുഹമ്മദുർ റസൂലുള്ളാഹി സുജൂദിൽ കിടക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ തള്ളവരൽ ഇങ്ങനെ കുത്തി നോക്കി. അതാ ബഹുമാനപ്പെട്ട ആയിഷ ബീവി, അള്ളാഹുവിന്റെ റസൂല്, നിങ്ങൾ മതത്തിന്റെ നല്ല ഒരു ഭാഗം ഈ ചുവന്ന പെൺകുട്ടിയിൽ നിന്ന് കേട്ടു പഠിച്ചോ എന്ന് പറഞ്ഞ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ പത്നി അവിടെ റസൂലുള്ളാഹിയുടെ കാലിന് തൊടുമ്പോൾ അത് മറയോടുകൂടെ ആയിരിക്കും തൊട്ടിരിക്കുക എന്ന് കൂട്ടത്തിൽ പറയേണ്ടതില്ല. ഉദൂ മുറിയോ ഇല്ലേ എന്ന സംശയമൊക്കെ വരുന്നതിനാണ് മഹാന്മാർ അതും കൂടെ വ്യാഖ്യാനിച്ചു പോയത്. അപ്പോൾ ബഹുമാനപ്പെട്ട ആയിഷ ബീവി ഇങ്ങനെ തൊട്ടപ്പം അള്ളാഹുവിന്റെ റസൂല് ഫതഹറക, അവിടുന്ന് കാലനക്കി. കഴിഞ്ഞിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് റസൂലുള്ള ചോദിച്ചു, അല്ല ആയിഷ, അള്ളാഹുവും അവന്റെ റസൂലും നിന്നോട് അരുതാത്തത് എന്തെങ്കിലും ചെയ്യുമെന്ന് കരുതിയോ? എന്തേ മുത്തുനബി അങ്ങനെ ചോദിക്കാൻ കാരണം? അള്ളാഹുവിന്റെ റസൂല് മറ്റു ഭാര്യമാരുടെ അടുത്തേക്ക് എഴുന്നേറ്റ് പോയതാണോ എന്ന് നോക്കാൻ, ഇവിടെ തന്നെ ഉണ്ടോ എന്ന് നോക്കാൻ റസൂലുള്ളാഹിയെ പരതിയപ്പോ ആയിഷ ബീവിയുടെ കൈ റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ തൊട്ടുപോയതാണെന്നാ കരുതിയത്. അവിടുന്ന് പറഞ്ഞു, അല്ല നബിയേ, ലനൻതു അന്നക ഖുബിൽത ഫീ സുജൂദിക, നിങ്ങൾ നിങ്ങളുടെ സുജൂദിൽ വഫാത്തായി പോയോ എന്ന് എനിക്ക് തോന്നിയപ്പം അതൊന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി പേടിച്ചുകൊണ്ട് തൊട്ടതാ നബിയേ എന്ന് പറഞ്ഞപ്പം മുത്തുനബി പറയാൻ, ആയിഷ, ഇന്നത്തെ രാവ് കെൽബ് ഗോത്രത്തിലെ ആടുകളുടെ രോമത്തെക്കാളധികം ആളുകളെ അല്ലാഹു തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന രാവാണ് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ 15 രാവ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. ഇന്നതൊക്കെ പോയല്ലോ. അത്തരം മഹത്തായ രാവുകളെക്കുറിച്ചും ആ രാവുകളുടെ മഹത്വങ്ങളെക്കുറിച്ചൊക്കെ പ്രസംഗിക്കുകയും അത് ജനങ്ങളെ ഉത്ബോധിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥകളൊക്കെ പോയി. ഇതൊക്കെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമായി പറഞ്ഞതാണ്. അപ്പൊ ഏതാവട്ടെ, ആ വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരുന്നില്ല. എന്തുകൊണ്ട്? നമ്മുടെ വിഷയം ഇവിടെ ബാക്കിയാവാൻ പാടില്ല. ബറാത്ത് രാവുമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ കുറേ പറയാനുണ്ട്. ശഅബാനിന്റെ പ്രത്യേകത വളരെ കൂടുതലാണ്. ബറാത്ത് രാവ് മാത്രമല്ല, ശഅബാൻ മുഴുക്കെ പുണ്യങ്ങളുടെ രാപ്പകലുകളാണ്. ഇത് പറയുമ്പോഴേക്ക് നമുക്ക് സമയം വൈകിപ്പോകുമെന്നതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറയുന്നത്, അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ നിസ്കരിച്ചെങ്കിൽ ഇതെല്ലാം, അതുപോലെ തന്നെ രാത്രി കാലിൽ നീര് കെട്ടി വീർക്കുന്നത് വരെ റസൂലുള്ളാഹി തങ്ങൾ നിസ്കരിച്ചിരുന്നു എന്ന് ഹദീസിൽ കാണാം. സ്വന്തം പാദം തന്നോട് സങ്കടം പറയുന്നത് വരെ. അതാണ് ഇമാം ബുസീരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, വലം തുസുന്നത മൻ അഹിയല്ലലാമ ഇലാ അനിഷ്തകത് ഖദമാ ഫുല്ലുറ മിൻ വറമീ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രിയിൽ നിന്ന് നിസ്കരിച്ചു കാലിൽ നീരുകെട്ടി വീർക്കുന്നത് വരെ. സ്വന്തം പാദങ്ങൾ നീരുകെട്ടി വീർത്തിട്ട് കടഞ്ഞിട്ടു നിൽക്കാൻ വയ്യ, ഇനി കിടക്കണം എന്ന് അപേക്ഷിക്കുന്നത് വരെ രാത്രി നിന്ന് നിസ്കരിച്ച ഒരു മഹാനോട് ഞാൻ ഇത്ര വലിയ അക്രമമാണ് ചെയ്തത്. ഇമാം ബുസീരി റഹ്മത്തുള്ളാഹി അലൈഹി പാടുകയാണ്. ഇമാം ബുസീരി റഹ്മത്തുള്ളാഹി അലൈഹി ഇഷ്ടം പോലെ നിസ്കരിച്ചിട്ടാ പാടുന്നത്.
അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം മഹാനവറുകൾ വിനയം കാണിച്ചതാണെങ്കിൽ, ഇനി റസൂലുള്ളാഹിയുടേക്ക് ചേർത്തി പറയുമ്പോൾ എല്ലാവരും പിന്നിൽ തന്നെയാണല്ലോ. ഇമാം ബുസീരി റളിയല്ലാഹുവിന് വിനയത്തോടു കൂടിയാണ് ഇത് പറയുന്നതെങ്കിൽ, എന്നെയും നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം അക്ഷരാർത്ഥത്തിൽ പാടിക്കൂടെ നമുക്ക് ആ പാട്ട്? ഞാൻ അക്രമം കാണിച്ചിരിക്കുന്നു തിരുനബിയുടെ സുന്നത്തിനോട്, ആ നബി തങ്ങൾ നേരം വെളുക്കുവോളം രാത്രിയെ ഹയാത്താക്കിയ ആളാണ്. അവിടുത്തെ 2 പാദങ്ങളും കടഞ്ഞിട്ടു നിൽക്കാൻ വയ്യ, മിമ്പറമി നീരുകെട്ടി വീർത്തിട്ട് എന്ന് പറയുന്നത് വരെ നിസ്കരിച്ചു. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ആദ്യമായി അള്ളാഹുവിന്റെ മുമ്പിൽ ഒതുങ്ങുക, എല്ലാ നിലക്കും ഒതുങ്ങുക. നിസ്കാരം വളരെ പ്രധാനപ്പെട്ട ചടങ്ങാണ്. ഇനി ഇത് കഴിഞ്ഞാൽ നിങ്ങൾ ഒതുങ്ങേണ്ടത് സഹകൂട്ടുകാരോടും ഒതുക്കം കാണിക്കണം. മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച മനുഷ്യൻ സഹകൂട്ടുകാരുടെ മുമ്പിൽ, തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ മുമ്പിൽ ഒതുക്കം കാണിക്കണം. മസിൽ പിടിച്ചു നിൽക്കാൻ പാടില്ല. തൻ്റെ കൂട്ടുകാരോട് മസിൽ പവർ കാണിക്കാൻ പാടില്ല. ഒതുങ്ങിക്കൊടുക്കണം, പാവമായിട്ട് നടക്കണം. വഇബാദുർ റഹ്മാനിൽ ലദീന യംശൂന അലൽ അർളി ഹൗനാ, ഭൂമിയിലൂടെ വിനയത്തോടെ സഞ്ചരിക്കുന്നവരാണ് അള്ളാഹുവിന്റെ അടിമകൾ എന്ന് പ്രത്യേകം അള്ളാഹു ഓർമ്മപ്പെടുത്തി. സദസ്സിൽ നിങ്ങൾ വിശാലത ചെയ്യണം. സദസ്സിലേക്ക് കടന്നു വരുന്ന സമയത്ത് നിങ്ങൾ ആ സദസ്സിലൊന്ന് ഒതുങ്ങിക്കൊടുക്കണം. ഇതാ നമ്മുടെ കസേരകൾ മുഴുവനും ഫില്ലായി നിൽക്കാൻ. ഇനി ഒരാൾ പുതിയതിങ്ങോട്ട് കടന്നു വന്നാൽ ഉടനെ നിങ്ങളൊന്ന് നീങ്ങി സഹകരിച്ച്, അല്ലാഹു തആല പറയാൻ, നിങ്ങൾ നീങ്ങി സഹകരിച്ച് ഒരു കസേരയിൽ 2 ആൾക്കിരിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ഇരുന്നോളണം. ഒരാളെ നിർത്താൻ പാടില്ല. കാരണം എന്താ? ഒതുങ്ങിക്കൊടുക്കുക എന്നത് മണ്ണിന്റെ സ്വഭാവമാണ്. ഉദാഹരണത്തിന്, ഒരു പെട്ടി നിറയെ കളിമണ്ണിട്ടു. നമ്മൾ പഴയ കാലത്തൊക്കെ നമുക്കറിയാം, കട്ട മുറിക്കാൻ വേണ്ടി, വീട് നിർമ്മിക്കാൻ കട്ട മുറിക്കാൻ കട്ടപ്പെട്ടിയിൽ മണ്ണ് നിറക്കാറുണ്ടായിരുന്നു. എന്നാൽ ആ മണ്ണിങ്ങനെ ഫില്ലായി നിൽക്കുമ്പം ഒരു ചവിട്ടങ്ങ് ചവിട്ടുമ്പോൾ താഴ്ന്നങ്ങ് പോകും. പിന്നെയും ഇടാം. പിന്നെയും 2 ചവിട്ടി ചവിട്ടിക്കൊടുത്താൽ 2-3 കൊത്ത് മണ്ണ് പിന്നെയും ഇടാം. എന്തേ? ഇത് മണ്ണിന്റെ സ്വഭാവമാണ്. ഒതുങ്ങിക്കൊടുക്കുക. പരമാവധി ഒതുങ്ങി ഉള്ളവരെ മുഴുവനും ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്ഥിതി ഇത് മനുഷ്യന് വേണം. അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, ഓ വിശ്വാസികളെ, ഇദാ ഖീല ലക്കും തഫസ്സഹൂ ഫിൽ മജാലിസ്, വേദികളിൽ നിങ്ങൾ പരസ്പരം സഹകരിക്കണം എന്ന് പറഞ്ഞാൽ ഒതുങ്ങിക്കൊടുക്കണം, വിശാലത ചെയ്യണം. മജ്ലിസുകളിൽ എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഫസ്സഹൂ, നിങ്ങൾ ഒതുങ്ങാൻ തയ്യാറാവണം. പടച്ച റബ്ബ് നമ്മെ പഠിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല സൂറത്തുൽ മുജാദിലയിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. സൂറത്തുൽ മുജാദിലയുടെ വചനങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇത് പറഞ്ഞത് കാണാം. എന്തിനാ ഇത് പറഞ്ഞതെന്നറിയോ? എനിക്കും നിങ്ങൾക്കും ഒതുക്കം പഠിപ്പിക്കാൻ വേണ്ടിയാണ്. യാ അയ്യുഹല്ലദീന ആമനു, ഓ വിശ്വാസികളെ, ഇദാ ഖീല ലക്കും തഫസ്സഹൂ ഫിൽ മജാലിസ്, തിങ്ങിയ സദസ്സുകളിൽ ഒന്ന് വിശാലത ചെയ്യണമെന്ന് പറഞ്ഞാൽ ഫഫ്സഹൂ, നിങ്ങളൊന്ന് നീങ്ങിക്കൊടുത്ത് വിശാലത ചെയ്യണം കേട്ടോ. ഫഫ്സഹൂ യഫ്സഹില്ലാഹു ലക്കും, എന്നാൽ അല്ലാഹ് നിങ്ങൾക്ക് വിശാലത ചെയ്തു തരും. നിങ്ങൾ ടൈറ്റാകുന്ന ഏതെങ്കിലും മേഖല വരുമ്പോൾ അവിടെ അല്ലാഹ് നിങ്ങളോട് ഔദാര്യം കാണിക്കും. അല്ലാഹ് നിങ്ങളോട് അവിടെ ഉദാര മനസ്സ് കാണിക്കും. അതിനെന്ത് ചെയ്യണം? നിങ്ങൾ മറ്റുള്ളവരോട് ഉദാരത കാണിക്കണം. യഫ്സഹില്ലാഹു ലക്കും വഇദാ ഖീല അൻശുസൂ ഫൻശുസൂ. നോക്ക് നിങ്ങൾ, എത്ര ഭംഗിയുള്ള പ്രയോഗം. 1-2 ആളൊന്നും നീങ്ങിക്കൊടുത്തിട്ട് ഇവിടെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഇത്രയും ആളുകൾ ഈ സദസ്സിലേക്ക് വന്നിരിക്കുന്നു. 1-2 ആൾ നീങ്ങിയാൽ പറ്റുമോ? അപ്പൊ എന്ത് ചെയ്യണം? എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് കസേരയൊക്കെ ഒന്ന് അടുപ്പിച്ചിടി എന്ന് പറഞ്ഞാൽ വഇദാ ഖീല ലക്കും ഉൻശുസൂ, നിങ്ങളോട് നിങ്ങളൊക്കെ ഒന്ന് അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് എല്ലാവരും കൂടെ ഒന്നങ്ങോട്ട് ഒതുങ്ങൂ എന്ന് പറഞ്ഞാൽ, എഴുന്നേൽക്കണം എന്ന് പറഞ്ഞാൽ ഫൻശുസൂ, നിങ്ങൾ എഴുന്നേൽക്കാൻ തയ്യാറാവണം. വഇദാ ഖീല ഉൻശുസൂ ഫൻശുസൂ, എഴുന്നേൽക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുന്നേൽക്കാൻ തയ്യാറാവണം. എങ്കിൽ യർഫഇല്ലാഹുല്ലദീന ആമനൂ മിൻകും, നിങ്ങളിൽ ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഈമാനുള്ളവർക്കേ കഴിയൂ. അങ്ങനെ ഈമാൻ തലക്ക് പിടിച്ച് ഇത്തരം സഹകരണങ്ങൾ നടത്തിയവനാരാണോ അവനെ അല്ലാഹു പടിപടിയായി ഉയർത്തിക്കൊണ്ടിരിക്കും. വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്, വല്ലദീന ഊതുൽ ഇൽമ, അല്ലാഹു വിജ്ഞാനം നൽകിയ ആളുകൾ, അവരെയും അല്ലാഹു ഉയർത്തും. ദറജാത്തിൻ, പടിപടിയായി ഉയർത്തും. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, അല്ലാഹു നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളുടെയൊക്കെ ഉള്ളറിയുന്നവനാണ്. അതേക്കുറിച്ച് അല്ലാഹുവിന് വ്യക്തമായ ധാരണകളുണ്ട്. ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി
തങ്ങളുടെ ഒരു സദസ്സിൽ വല്ലാത്ത ഇടുക്കം അനുഭവപ്പെട്ടു. ഇടുക്കം അനുഭവപ്പെട്ടപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഖും യാ ഫുലാൻ, ഖും യാ ഫുലാൻ, ഇന്നാൽ ഇന്ന സുഹൃത്തെ, പേരിങ്ങനെ വിളിക്കുകയാണ്. അബൂബക്കർ ഒന്ന് എഴുന്നേൽക്ക്, ഉമർ ഒന്ന് എഴുന്നേൽക്ക്, ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് ത്വൽഹത്ത് ഒന്ന് എഴുന്നേൽക്ക്, എന്നിട്ട് എല്ലാവരും ഒന്ന് ഒതുങ്ങിയിരിക്കും, നമുക്ക് ഇവരെ ഒക്കെ ഇങ്ങോട്ട് ഉൾക്കൊള്ളണമല്ലോ എന്ന് പറഞ്ഞ സമയത്ത് മുനാഫിക്കുകളായ ആളുകൾ ഇങ്ങനെ മുഖം ചുളിച്ചു. എന്തേ അവർ പറഞ്ഞത്? സാധുക്കളായ ആളുകൾ അവർ കാശില്ലാതെ ഇറച്ചിക്ക് വന്ന് നിൽക്കും പോലെ അവരവിടെ പുറത്ത് നിൽക്കട്ടെ. എന്തിനാണ് അവർക്ക് ഇരിക്കാൻ ഇടം കൊടുക്കുന്നത്? ഇവിടെ സമ്പന്നരും അതുപോലെ തന്നെ സ്വാധീനമുള്ളവരും അവരൊക്കെ കസേര കൈയടക്കുമ്പോൾ സാധുക്കൾക്കും കൂടെ ആ കസേര കൊടുത്ത് നമ്മുടെ ചെയറിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് അവിടെ സാധുക്കളെ ഇരുത്താനാണല്ലോ മുഹമ്മദ് ഒരുങ്ങിയത്. എവിടെന്നാ ഇവൻ വരുന്നത് എന്ന ലെവലിൽ മുനാഫിക്കുകൾ നെറ്റ് ചുളിച്ചപ്പോഴാണ് ഈ ആയത്തല്ല ഇറക്കിയത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖീല ലക്കും തഫസ്സഹൂ ഫിൽ മജാലിസി ഫഫ്സഹൂ യഫ്സഹില്ലാഹു ലക്കും. നിങ്ങളോട് മജ്ലിസിൽ വിശാലത ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യണം, ഒതുങ്ങിക്കൊടുക്കണം. കാരണം നിങ്ങൾ മണ്ണല്ലേ. കല്ലിന് അങ്ങനെ ഒതുങ്ങാൻ കഴിയില്ല. അതാ ഞാൻ പറഞ്ഞത്, മണ്ണിന്റെ സന്തതി കല്ലാവരുത്. ചെറിയ ഒരു രൂപത്തിൽ ഈ ചർച്ച, ഈ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തതുപോലെയല്ല, മറ്റു രൂപങ്ങളിൽ ആ ചർച്ച നമ്മൾ സൂറത്തുൽ ഹുജറാത്തിലും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിലൊരു ഹെഡിങ് തന്നെ അതായിരിക്കും, മണ്ണിന്റെ സന്തതി കല്ലാവരുത്. ആ പറഞ്ഞതിൻ്റെ ആശയതാണ്, ഉദാര മനസ്സ് വേണം മനുഷ്യൻ. അപ്പൊ അതുകൊണ്ട് കല്ലിനെ പോലെ മസിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കല്ലങ്ങനെ ചവിട്ടിക്കൂട്ടി ഒന്ന് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യുക, ഒരല്പവും കൂടെ ഒരു കല്ലും കൂടെ പുറത്തുണ്ട്, അത് വെക്കാൻ ഈ കല്ലിന് പരിക്കേൽപ്പിക്കാതെ ഒരിക്കലും അവിടെ റെഡിയാക്കി ഒതുക്കി നിർത്താൻ കഴിയില്ല. അത് മണ്ണിന്റെ പ്രത്യേകതയാണ്. ഒതുക്കമെന്ന് പറയുന്നത് മണ്ണിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ കൂട്ടുകാരോട് ഒതുങ്ങുന്നവരാവണം, കൂട്ടുകാരോട് ഒതുങ്ങുന്നവരാവണം. വൈദാ ഖീല ലക്കും ഉൻശുസൂ ഫൻശുസൂ, നിങ്ങളോട് എഴുന്നേൽക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുന്നേൽക്കാൻ വരെ തയ്യാറാവണം. ആ ആയത്ത് അവിടെയാണ് ഇറങ്ങിയത്, ചൂടോടെ ഇറങ്ങി. ബഹുമാനപ്പെട്ട ഇസ്മായിലുൽ ഹഖി റഹ്മത്തുള്ളാഹി അലൈഹി ആ കാര്യം നമ്മെ പഠിപ്പിക്കുന്നത് കാണാം. ഇനി മണ്ണിന്റെ സന്തതികൾ ഒരിക്കലും പാവപ്പെട്ട വിശ്വാസികളെ ശാരീരികമായോ മാനസികമായോ ആക്രമിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് കരുതുക, നാക്കുകൊണ്ടൊരു വിശ്വാസിയെ ആക്രമിക്കാൻ പാടില്ല. ഇത് വലിയ ഒരു വിഷയമാണ്. നാക്ക് കൊണ്ടൊരു വിശ്വാസിയെ ആക്രമിക്കാൻ പാടില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത് കണ്ടോ നിങ്ങൾ? അല്ലാഹു തആല എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുകയാണ്. അവന്റെ വിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നൂറിലൂടെ പറയുന്നു, ഓ വിശ്വാസികളെ, നിങ്ങളൊരു കാരണവശാലും തന്നെ വിശ്വാസികളെ വിളിച്ചുകൊണ്ടല്ല പറയുന്നു, നിങ്ങളൊരു കാരണവശാലും വായിൽ വന്നതെല്ലാം വിളിച്ചു കൂവാൻ പാടില്ല. വായിൽ വന്നതെല്ലാം നിങ്ങൾ പാട്ടാക്കാൻ പാടില്ല. അത് മുഴുവനും നിങ്ങൾ വിളിച്ചു കൂവാൻ പാടില്ല. ഖുർആൻ പറയുന്നു, ഇത്തലഖൗനഹു ബിഅൽസിനതികും, നിങ്ങൾ ആ കള്ളവാർത്ത അങ്ങനെ തന്നെ നിങ്ങളുടെ നാക്കുകൊണ്ട് ഇങ്ങ് ഏറ്റെടുക്കുന്നു. ഖുർആന്റെ ആ വാക്ക് നോക്കണം, ഇത്തലഖൗനഹു ബിഅൽസിനതികും, ആ കള്ള പ്രചരണം നിങ്ങൾ നിങ്ങളുടെ നാക്കുകൊണ്ട് ഏറ്റെടുക്കുന്നു. വതഖൂലൂന ബിഅഫ്വാഹിക്കും, എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ വായി കൊണ്ട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ നാക്കുകൊണ്ട് പറയുകയാണ്. മാ ലൈസ ലക്കും ബിഹി ഇൽം, നിങ്ങൾക്ക് ബോധ്യപ്പെടാത്ത കാര്യം, ഒരിക്കലും നിങ്ങൾക്ക് ബോധ്യപ്പെടാത്ത കാര്യം അത് നിങ്ങളെ നാക്കുകൊണ്ട് നിങ്ങൾ പറയാൻ പാടില്ല. ഒരു വിശ്വാസിയെ നിങ്ങൾ നാക്കുകൊണ്ട് ആക്രമിക്കാൻ പാടില്ല. വതഹ്സബൂനഹു ഹയ്യിനാ, അതൊരു നിസ്സാര കേസാണെന്ന് നിങ്ങൾ വിചാരിക്കും. വതഹ്സബൂനഹു ഹയ്യിന, ഈ കള്ള പ്രചരണം പറയാ എന്നത്, ഒരാളെ നാക്കുകൊണ്ട് ആക്രമിക്കുക എന്നത് അതൊരു നിസ്സാര പ്രശ്നമാണെന്ന് നിങ്ങൾക്ക് തോന്നും. വതഹ്സബൂനഹു ഹയ്യിനാ വഹുവ ഇൻദല്ലാഹി അദീം, അത് അല്ലാഹുവിന്റെ അടുത്ത് ഗൗരവമുള്ള കേസാണ്. കണ്ടോ, അല്ലാഹുവിന്റെ അടുത്ത് അത് ഗൗരവമുള്ള കേസാണ്. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? നാക്കുകൊണ്ടൊരിക്കലും ഒരു വിശ്വാസിയെ പീഡിപ്പിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുത്തെ തിരുവചനത്തിലൂടെ നമ്മെ പഠിപ്പിച്ചു, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. യഥാർത്ഥ വിശ്വാസിയാരാ? മറ്റു വിശ്വാസികൾ ഇവന്റെ നാക്കിന്റെ ഉപദ്രവത്തെ തൊട്ടും ഇവന്റെ കൈയിന്റെ ഉപദ്രവത്തെ തൊട്ടും രക്ഷപ്പെട്ടിരിക്കണം. അവിടെ ആദ്യം പറഞ്ഞത് നാക്കിന്റെ ഉപദ്രവ, മിൻ ലിസാനിഹി വയദിഹി. എന്താ നാക്കിനെ മുന്തിക്കാൻ കാരണം? മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു,
കൈകൊണ്ട് എന്തെങ്കിലും കാട്ടിയാൽ ആ മുറിവ് ചിലപ്പോൾ ഉണങ്ങിയേക്കാം. പക്ഷെ നാക്കുകൊണ്ട് ഏൽപ്പിച്ച മുറിവ് ഒരിക്കലും ഉണങ്ങുകയില്ല. നല്ലോണം കരുതണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ. ഒരു സാധാരണക്കാരനായ മൂമിനെ പോലും ഒന്നും പറഞ്ഞു പോകാൻ പാടില്ല. പിന്നെ ഒരു മഹാപണ്ഡിതനെ കുറിച്ച് തൻ്റെ നാക്കുകൊണ്ട് ആവോളം അങ്ങോട്ട് അരിഞ്ഞ് മുറിച്ചിടാമെന്ന് കരുതിയാൽ നടക്കില്ല. അണ്ണാക്കിൽ അല്ലാഹ് നാക്ക് തന്നത് എന്തെങ്കിലും വിളിച്ചു പറയാൻ വേണ്ടിയല്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നുണ്ട്, അണ്ണാക്കിൽ നാക്കുണ്ടെന്ന് കരുതി പുലമ്പരുത് അശ്ലീലം. പിന്നെ എന്തു ചെയ്യണം? സത്യം മാത്രമേ പറയാവൂ. എന്തിനാണ് അണ്ണാക്കിൽ നാക്ക് തന്നതും എന്നല്ലാഹ് പറയുന്നുണ്ട്. എന്തിനാണത് തന്നത് എന്ന്. അലം നജ്അൽ ലഹു ഐനൈനി വലിസാനം വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ ഫലഖ്തഹമൽ ലഖബത വമാ അദ്റാക മൽ ലഖബ ഫക്കു റഖബ ഔ യുത്ആമു ഫീ യൗമിൻ ദീ മസ്ഗബ യതീമൻ ദാ മഖറബ ഔ മിസ്കീനൻ ദാ മത്രബ. അല്ലാഹു തആല ചോദിക്കുന്നു, എടോ മനുഷ്യ, നിനക്ക് ഞാൻ സുന്ദരമായ അലം നജ്അൽ ലഹു ഐനൈനി, സുന്ദരമായ 2 കണ്ണുകൾ തന്നില്ലേ? വലിസാനൻ, സ്ഫുടമായി സംസാരിക്കാൻ കഴിയുന്ന ഒരു നാക്കും തന്നില്ലേ? ദാ ഇന്നലെ പറഞ്ഞത് അല്ലമഹുൽ ബയാൻ. വലിസാനൻ വശഫതൈൻ, 2 അധരങ്ങളും 2 ചുണ്ടുകളും, കീച്ചുണ്ടും മേൽച്ചുണ്ടും അല്ലാഹു നിനക്ക് തന്നില്ലേ? വശഫതൈനി വഹദൈനാഹു നജ്ദൈൻ, എന്നിട്ട് ഖൈറിന്റെയും ഷർറിന്റെയും 2 മാർഗങ്ങളും നിനക്ക് ആ മനുഷ്യന് ഞാൻ കാണിച്ചു കൊടുത്തു. എന്തിന്? നല്ലത് കേട്ടു മനസ്സിലാക്കാൻ, കണ്ടു മനസ്സിലാക്കാൻ, പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയത്തിലൂടെ സത്യം മനസ്സിലാക്കാൻ. അതിനു വേണ്ടിയാണ് ഞാൻ കണ്ണും നാക്കും മൂക്കുമൊക്കെ കൊടുത്തത്. അല്ലാഹ് പറയുന്നു. എന്നിട്ട് പറയുന്നു അല്ലാഹു ഫലഖ്തഹമൽ ലഖബ, എന്നിട്ടും എന്തേ നീ കടമ്പ കടക്കാൻ തയ്യാറാവാതിരുന്നത് മനുഷ്യനോട്? എന്തേ ആ മനുഷ്യൻ കടമ്പ കയറാൻ തയ്യാറാവാതിരുന്നത്? കടമ്പ എന്ന് പറയുന്നത് ദീനുൽ ഇസ്ലാമിലെ നിയമവിലക്കുകളാണ്. തക്ലീഫ് അനുസരിച്ച് ജീവിക്കാതിരുന്നത് എന്തേ എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. നിയമവിലക്കുകൾ അനുസരിച്ച് നീ ജീവിക്കേണ്ടിയിരുന്നില്ലേ? ഫലഖ്തഹമൽ ലഖബ വമാ അദ്റാക മൽ ലഖബ, ഏതാണ് ഈ കടമ്പ? ദീനുൽ ഇസ്ലാമിലെ കടമ്പ കടക്കാൻ തയ്യാറായില്ല എന്ന് പറഞ്ഞു. ഏതാണ് ഈ കടമ്പ എന്ന് നബിയെ നിങ്ങൾക്കറിയോ? ഫക്കു റഖബ ഔ യുത്ആമുൻ ഫീ യൗമിൻ ദീ മസ്ഗബതിൻ യതീമൻ ദാ മഖറബ ഔ മിസ്കീനൻ ദാ മത്രബ. സമൂഹത്തിൽ ഏറ്റവും പാവപ്പെട്ട് കഴിയുന്നവനെ, ഏറ്റവും വിഷമത്തിലാണ്, കടത്തിൽ കുടുങ്ങി തലപൊക്കാൻ കഴിയാത്ത ആളുടെ പെരടി നീ കടത്തിൽ നിന്ന് മോചിപ്പിച്ചു കൊടുക്കുക ഒരർത്ഥം. അല്ലെങ്കിൽ അടിമകളെ മോചിപ്പിക്കുക. മഹാന്മാരായ പണ്ഡിതന്മാർ 2 അർത്ഥവും പറഞ്ഞിട്ടുണ്ട്. ഫക്കു റഖബ, ഒരു വാപ്പ തൻ്റെ മുമ്പിൽ 4-5 മക്കളുണ്ട്, കെട്ടിക്കാൻ മൂത്തു നിൽക്കുന്നു. ആ കുട്ടിക്ക് നിന്നോട് കഴിയുമെങ്കിൽ ഒരു 10 പവനെങ്കിലും ശേഖരിച്ചു നീ കൊടുക്കടോ. ഫക്കു റഖബ ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്ഗബ, അല്ലെങ്കിൽ കൊടും പട്ടിണിയുള്ള സീസണിൽ നീ സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ തയ്യാറാണോ? ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്ഗബ യതീമൻ ദാ മഖറബ ഔ മിസ്കീനൻ ദാ മത്രബ, അടുത്തുള്ള യതീമിനോ, അടുത്ത ബന്ധമുള്ള യതീമിനോ, അതുപോലെ തന്നെ സാധുവിനോ ഭക്ഷണം കൊടുക്കാൻ, മണ്ണോട് ചേർന്ന് വീണ് കിടക്കുന്ന സാധുവിന് എന്ന് പറഞ്ഞാൽ പാടെ അവശത അനുഭവിക്കുന്ന സാധുക്കളെയും അനാഥകളെയും ഏറ്റെടുത്ത് അവരെ നോക്കാനാണ് നിനക്ക് നാക്ക് തന്നത്. യതീമുകളെയും മിസ്കീനുമാരെയും രക്ഷിക്കാനാണല്ലോ നാക്കു തന്നത്. എന്നിട്ട് സുമ്മക്കാന മിനല്ലദീന ആമനു, പിന്നെ ആ നിസ്കാരവും നോമ്പുമൊക്കെ അല്ലാഹു തആല പറയുന്നത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഞാൻ പറയുന്നു, വേദനയോടുകൂടെ പറയുന്ന, അല്ലാഹു അണ്ണാക്കിൽ നാക്കു തന്നത് യതീമുകളെ സംരക്ഷിക്കാനും സാധുക്കളെ സംരക്ഷിക്കാനുമാണെങ്കിൽ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ പിടിച്ചു കെട്ടാൻ നമ്മുടെ ദുർബലമായ നാക്കുകൾ ഉപയോഗിക്കരുത് എന്ന് അവസരോചിതമായി ഞാൻ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. ഏതാവട്ടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ചിന്തിക്കുക. അല്ലാഹു തആല നമുക്ക് നാക്കു തന്നിട്ടുണ്ട്. ആ നാക്കുകൊണ്ട് നിങ്ങളെല്ലാ വാർത്തയും ഏറ്റുപിടിക്കരുത്. ഇത്തലഖൗനഹു ബിഅൽസിനതികും വതഖൂലൂന ബിഅഫ്വാഹികും, നിങ്ങൾ നിങ്ങളുടെ വായിലൂടെ എഴുന്നള്ളിക്കുന്നു. മാ ലൈസ ലകും ബിഹി ഇൽം, നിങ്ങൾക്ക് പൂർണ്ണമായി നിജസ്ഥിതി അറിയാത്ത വിഷയങ്ങള്. വതഹ്സബൂനഹു ഹയ്യിനാ, അതൊരു നിസ്സാര കേസായിട്ടാ നിങ്ങൾക്ക് തോന്നുന്നത്. എത്ര സിമ്പിളായിട്ടാ നിങ്ങൾ കണ്ടത്. എന്നാൽ വഹുവ ഇൻദല്ലാഹി അദീം, അള്ളാഹുവിൻ്റെ അടുത്ത് അത് വളരെ കടുപ്പമുള്ള കേസാണ്. വളരെ കടുപ്പമുള്ള കേസാണ്, സംശയിക്കേണ്ടതില്ല. വളരെ കടുപ്പമുള്ള കേസാണ് കേട്ടോ. പടച്ച റബ്ബിന്റെ അടുത്ത് ഈ കേസ്. അല്ലാഹു തആല പറയുന്നു, വലൗലാ ഇദ് സമീഅ്തുമൂഹു, അതുകൊണ്ട് എന്തേ മൂമിനീങ്ങളെ,
ഇങ്ങനെയുള്ള കള്ളപ്രചരണം കേട്ടപ്പം കുൽത്തും നിങ്ങൾ പറയാതിരുന്നത്? അള്ളാഹ് ചോദിക്കാണ്, വലൗലാ ഇദ് സമിഅ്തുമൂഹു കുൽത്തും. ഇങ്ങനെയുള്ള നുണപ്രചരണങ്ങൾ നടക്കുമ്പോൾ അതിനോശാന പാടുകയല്ലല്ലോ വേണ്ടത്, കൊക്കിച്ചിരിക്കുകയല്ലല്ലോ വേണ്ടത്, കൈയടിച്ചു കൊടുക്കുകയല്ലല്ലോ വേണ്ടത്. വലൗലാ ഇദ് സമിഅ്തുമൂഹു കുൽത്തും. ഇങ്ങനെയുള്ള കള്ളപ്രചരണങ്ങൾ കേൾക്കുമ്പം എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല? മാ യകൂനു ലനാ അൻ നതകല്ലമ ബിഹാദാ. പീടികയിലേക്ക് അങ്ങ് കയറി ചെന്നപ്പോ അവിടെ അതാ ഒരു പണ്ഡിതനെ ഗീബത്ത് പറയുകയാണ്. ഞാനിതൊരു ഉദാഹരണമായി പറഞ്ഞതാണ്. നമീമത്ത് പറയുകയാണ്. നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ഒരു സാധാരണക്കാരനെതിരിൽ അപവാദ പ്രചരണം നടത്തുകയാണ്. അങ്ങനെ കയറി ചെല്ലുമ്പോൾ ഹാജിയാര് ആ നാട്ടിലെ ഒരു സാധുവായ മനുഷ്യനങ്ങനെ തിന്നുന്നത് കേൾക്കുമ്പോൾ നിങ്ങളെന്താ പറയേണ്ടത്? മാ യകൂനു ലനാ അൻ നതകല്ലമ ബിഹാദാ. ഉടനെ തന്നെ പറയണം, മാ യകൂനു ലനാ, ഹാജിയാരെ നമുക്ക് യോജിച്ച പണിയല്ല. മാ യകൂനു ലനാ, മാപ്പളാരായ നമുക്ക് പറ്റിയ പണിയല്ല. അൻ നതകല്ലമ ബിഹാദാ, ഇത്തരം തരം താണ ഒരു അങ്ങാടി ചെക്കൻ പോലും പറയാത്ത ഇത്തരം വാക്കുകൾ പ്രയോഗിക്കുക എന്നത് നമുക്ക് പറ്റിയതല്ല. സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അളീം. പടച്ചവനെ, സുബ്ഹാനല്ലാഹ്, ഹാദാ ബുഹ്താനുൻ അളീം. ഇത് പച്ചക്കള്ളമാണല്ലോ അല്ലാഹ്. ഹാദാ ബുഹ്താനുൻ അളീം. ഇത് പച്ചക്കള്ളമാണല്ലോ അല്ലാഹ് എന്ന് പറഞ്ഞ് ആ വേദിയിൽ നിന്ന് എഴുന്നേറ്റ് പോരണം.